ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എക്സാമിന്റെ പ്രിപ്പറേഷനിലൊക്കെയാണെന്ന് അറിയാം. നന്നായിട്ട് നടക്കട്ടെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് GST 2020 എന്ന് പറഞ്ഞ് കുറച്ച് സെഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്തു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യും. അങ്ങനെ ഒരു വീഡിയോയുമായിട്ട് തന്നെയാണ് ഈ വന്നിരിക്കുന്നത്. ഓക്കെ, കുറെ അധികം കൂട്ടുകാര് മെസ്സേജ് അയച്ചു. അതുപോലെ കൂടുതൽ വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞു. കുറെ കൂട്ടുകാർ നോട്ടൊക്കെ വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. വളരെ നന്ദിയുണ്ട്. തുടർന്നും ഈ ഒരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് വാല്യൂ ഓഫ് സപ്ലൈ. നിങ്ങൾക്കറിയാം, വാല്യൂ ഓഫ് സപ്ലൈന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്ക് ഇതുവരെ പഠിച്ചതിൽ നമുക്ക് വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു, വാല്യൂ ഓഫ് സപ്ലൈ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ സർട്ടൻ പെർസെന്റേജ് GST കണ്ടാൽ മതിയായിരുന്നു. ഇവിടെ അതല്ല സിറ്റുവേഷൻ. ആ ഒരു വാല്യൂ തന്നെ കണ്ടുപിടിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഡിറ്റർമിൻ ചെയ്യേണ്ട സാഹചര്യമാണുള്ളത്. ഓക്കെ, അതിന് കുറേയധികം സെക്ഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. വളരെ രസകരമായിട്ട് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കാം. നിങ്ങളും കൂടെ കോപ്പറേറ്റ് ചെയ്താൽ മതി. ഓക്കെ, വാല്യൂ സപ്ലൈ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വാല്യൂ സപ്ലൈന്മേലാണ് നമ്മൾ GST ലെവി ചെയ്യേണ്ടത്, അല്ലെ? അതിപ്പോ ഗുഡ്സ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, ഒരു സർട്ടൻ വാല്യൂ ഉണ്ടാവും. അതിന് പുറത്താണ് നമ്മൾ GST 18% അല്ലെങ്കിൽ 28% പേ ചെയ്യേണ്ടത്. അതൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. അത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ വാല്യൂ ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോ ഇവിടെ ഇവിടെ ഞാൻ ഡയഗ്രത്തിൽ തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുമ്പോൾ അവിടെ വാല്യുവേഷന് ജനറൽ വാല്യുവേഷൻ മെക്കാനിസം ഉണ്ട്, ജനറൽ വാല്യുവേഷൻ മെക്കാനിസം ഉണ്ട്, നോട്ടിഫൈഡ് സപ്ലൈസ് വാല്യുവേഷൻ ഉണ്ട്. അതിലെ ഫർദർ ക്ലാരിഫിക്കേഷൻ ആയിട്ടുള്ള സപ്ലൈ സാറ്റിസ്ഫൈങ് ബേസിക് കണ്ടീഷനും സപ്ലൈ നോട്ട് സാറ്റിസ്ഫൈങ് ബേസിക് കണ്ടീഷനുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ജനറൽ വാല്യുവേഷൻ മെക്കാനിസത്തിലെ രണ്ട് സബ് ക്ലാസിഫിക്കേഷൻ, ബേസിക് കണ്ടീഷൻ ഉള്ളപ്പോൾ ഉള്ള വാല്യൂ ഓഫ് സപ്ലൈയുടെ കാൽക്കുലേഷനും ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തപ്പോ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ കണ്ടുപിടിക്കണം വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളതിന്റെ കാൽക്കുലേഷനും ഒക്കെയാണ് ഇത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ സപ്ലൈ സാറ്റിസ്ഫൈങ് ബേസിക് കണ്ടീഷനിൽ രണ്ട് ബേസിക് കണ്ടീഷൻസ് ഉണ്ട്. ആ രണ്ട് ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ ട്രാൻസാക്ഷൻ വാല്യൂ നമുക്ക് വാല്യൂ ഓഫ് സപ്ലൈ എടുക്കാം. ട്രാൻസാക്ഷൻ വാല്യൂ എന്താണെന്ന് ഞാൻ പറയാം. ഇത്ര അറിഞ്ഞിരിക്കുക, ഇപ്പോ ബേസിക് കണ്ടീഷൻസ് രണ്ടെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ അവിടെ ട്രാൻസാക്ഷൻ വാല്യൂ, അതായത് എത്ര രൂപയ്ക്കാണോ വിൽക്കുന്നത് ആ എമൗണ്ട്, ആ കൈമാറ്റം വരുന്ന എമൗണ്ട് എന്തായിട്ട് എടുക്കാം, വാല്യൂ ഓഫ് സപ്ലൈ എടുക്കാം. അതിനെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന സെക്ഷൻസ് ആണ് സെക്ഷൻ 15(1), സെക്ഷൻ 15 സബ്സെക്ഷൻ 2, 15 സബ്സെക്ഷൻ 3. അത് നമ്മൾ ഇന്ന് പഠിക്കും. അതുപോലെ തന്നെ ഇനി നമുക്ക് ഈ ഒരു സെക്ഷൻ 51, 15(2), 15(3) ഉപയോഗിച്ചൊന്നും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റാതെ വരികയാണ്. ആ സാഹചര്യത്തിൽ നമ്മൾ എപ്പുറത്തേക്ക് പോകും? ഇപ്പുറത്തേക്ക് വരും. എപ്പുറത്തേക്ക് വരും? ഇപ്പുറത്തേക്ക് വരും. സെക്ഷൻ 15(4) വരും. ഈ 15(4) ഒരു 5 റൂൾസ് ഉണ്ട്. റൂൾ 27, 28, 29, 30, 31. ഈ റൂൾസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും വിത്ത് എക്സാമ്പിൾസ്. ഓരോ സെക്ഷൻസും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 5-6 അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്സാമ്പിൾസും ചെയ്താണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. ഓക്കെ, എല്ലാവരും എൻഡ് വരെ കാണണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതാണ് എന്റെ വിശ്വാസം. നോക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന സെക്ഷൻ 15(1), 15(2), 15(3) ആണ്. സെക്ഷൻ 15(1), 15(2), 15(3) ഇതൊക്കെ സെക്ഷൻസ് വൈസ് പഠിച്ചോണം. സെക്ഷൻസ് വൈസ് ആണ് ഞാൻ ഇവിടെ നോട്ട് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഓരോ സെക്ഷന്റെയും പ്രോബ്ലം തൊട്ട് താഴെ കൊടുത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു ഓവർവ്യൂ കണ്ടോളൂ. സെക്ഷൻ 15 സബ്സെക്ഷൻ 1 എന്താ പറയുന്നത്? ട്രാൻസാക്ഷൻ വാല്യൂ ഈസ് ദ വാല്യൂ ഓഫ് സപ്ലൈ. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, ട്രാൻസാക്ഷൻ വാല്യൂവിനെ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കാം, പക്ഷേ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാം. 15(2) എന്താ പറയുന്നത്? ഇൻക്ലൂഷൻ ഇൻ ദ വാല്യൂ ഓഫ് സപ്ലൈ. വാല്യൂ ഓഫ് സപ്ലൈയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂസീവ് ആയിട്ട് വരുന്നത്, ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? കുറച്ചധികം സാധനങ്ങൾ നമ്മുടെ ക്വസ്റ്റിനിൽ തരും. അതിൽ ഏതൊക്കെയാണ് വാല്യൂ ഓഫ് സപ്ലൈ കാണാൻ ആ മെറ്റീരിയലിന്റെ, ആ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസിനോടൊപ്പം നമ്മൾ ആഡ് ചെയ്യേണ്ടത്. 15(3) എന്താ പറയുന്നത്? ഏതൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത്? പ്രധാനപ്പെട്ട ഒന്നുണ്ട്, ഡിസ്കൗണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നുണ്ട്. ദെൻ 15(4) നമ്മൾ ഇന്ന് തന്നെ വരും. 15(4) നാളെ 5 റൂൾസ് ഞാൻ പറഞ്ഞു. റൂൾ 21 മുതൽ 31 വരെ. ചാപ്റ്റർ 4 അത് കിടക്കുന്നത് കേട്ടോ, ചാപ്റ്റർ 4. ഓക്കെ, അപ്പോ സെക്ഷൻ
15 സബ്സെക്ഷൻ 1 ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ട്രാൻസാക്ഷൻ വാല്യൂ എന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ട്രാൻസാക്ഷൻ വാല്യൂ? ദ വാല്യൂ ഓഫ് എ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഷാൾ ബി ദ ട്രാൻസാക്ഷൻ വാല്യൂ, which is the price actually paid or payable for the said supply of goods or services or both, where the supplier and the recipient of the supply are not related and the price is the sole consideration for the supply. അതായത് ട്രാൻസാക്ഷൻ വാല്യൂനെ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. പക്ഷേ രണ്ട് കണ്ടീഷൻസ് എന്ത് ചെയ്യണം? ഞാൻ മുമ്പും പറഞ്ഞതാണ്, രണ്ട് കണ്ടീഷൻസ് എന്ത് ചെയ്യണം? അവര് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അവര് അൺറിലേറ്റഡ് പേഴ്സൺ ആയിരിക്കണം. അതായത് സപ്ലൈ നടത്തുന്ന ആളും റെസിപ്പിയന്റും അൺറിലേറ്റഡ് പേഴ്സൺ ആയിരിക്കണം. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന ഒരു സോൾ കൺസിഡറേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആക്ച്വൽ കൺസിഡറേഷൻ ഉണ്ട്. ആക്ച്വൽ കൺസിഡറേഷൻ, സോൾ കൺസിഡറേഷൻ അല്ലെങ്കിൽ ആക്ച്വൽ കൺസിഡറേഷൻ, അതും ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതും സെയിം ആയിരിക്കണം. പറഞ്ഞ മനസ്സിലായോ? പേഴ്സൺസ് രണ്ടും അൺറിലേറ്റഡ് ആയിരിക്കണം. പ്ലസ് ആക്ച്വൽ കൺസിഡറേഷനും ഓപ്പൺ മാർക്കറ്റ് വാല്യൂ, സോൾ കൺസിഡറേഷനും ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എന്തായിരിക്കണം? സെയിമും ആയിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ ആക്ച്വലി പേ ചെയ്യുന്ന എമൗണ്ട് ട്രാൻസാക്ഷൻ വാല്യൂ വാല്യൂ ഓഫ് സപ്ലൈ ആവുകയുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? ഒന്നുകൂടി പറയാം. സെക്ഷൻ 15 സബ്സെക്ഷൻ 1 ആണ് പറയുന്നത്. ഇവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ആ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ട്രാൻസാക്ഷൻ വാല്യൂവിനെ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഏതൊക്കെയാണ് രണ്ട് കണ്ടീഷൻ? ഏതൊക്കെയാണ്? അൺറിലേറ്റഡ് പേഴ്സൺസ് ആയിരിക്കണം. സപ്ലൈ ചെയ്യുന്ന ആളും അതുപോലെ തന്നെ റെസിപ്പിയന്റും റിലേറ്റഡ് ആവാൻ പാടില്ല, അൺറിലേറ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ അതിനോടൊപ്പം സോൾ കൺസിഡറേഷൻ അല്ലെങ്കിൽ ആക്ച്വൽ കൺസിഡറേഷൻ, സെയിം ടൈം ഓപ്പൺ മാർക്കറ്റ് വാല്യൂ, ഈ രണ്ട് വാല്യൂസും സെയിമും ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു ആക്ച്വലി പേ ചെയ്യുന്ന അല്ലെങ്കിൽ ആക്ച്വലി പേ ചെയ്യേണ്ട എമൗണ്ട് നമ്മൾ വാല്യൂ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയുള്ളൂ. ക്ലിയർ ആയോ? പറഞ്ഞാട്ടെ, ക്ലിയർ ആയോന്ന്? പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും, കുറച്ചുകൂടി ക്ലാരിറ്റി വരും. ഓക്കെ. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത പക്ഷം, അതാണ് ഞാൻ ഈ മഞ്ഞ കളറിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത പക്ഷം ആക്ച്വൽ കൺസിഡറേഷൻ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ആക്ച്വൽ കൺസിഡറേഷൻ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതായത് പേഴ്സൺ റിലേറ്റഡ് ആണെങ്കിലോ, സോൾ കൺസിഡറേഷനും ഓപ്പൺ മാർക്കറ്റ് വാല്യൂവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെങ്കിലോ, അതായത് സെയിം അല്ല എങ്കിലോ ആക്ച്വലി പേ ചെയ്യുന്ന എമൗണ്ട് എന്തായിട്ട് മാറും? വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് മാറും. ഇനി രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, മുകളിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിലാണ് നമ്മൾ വാല്യുവേഷൻ റൂൾസ്, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. വാല്യുവേഷൻ റൂൾസ് സെക്ഷൻ 15 സബ്സെക്ഷൻ 4ലാണത്. അത് നമ്മൾ അതിലേക്ക് വരുന്നതേ ഉള്ളൂ. ഇത് പഠിച്ചതിന് ശേഷമേ അതിലേക്ക് പോവുള്ളൂ. അത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാൻ വാല്യുവേഷൻ റൂൾസിലേക്ക് പോകേണ്ടി വരും. അതായത് സെക്ഷൻ 15 സബ്സെക്ഷൻ 4ലെ 27 മുതൽ റൂൾ 27 മുതൽ 31 വരെയുള്ള റൂൾസിൽ ഏതാണോ ആപ്ലിക്കബിൾ അത് വെച്ച് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ. ഒരു എക്സാമ്പിളിലേക്ക് പോകാം നമുക്ക്. മിസ്റ്റർ എ ഈസ് സെല്ലിംഗ് എ പ്രൊഡക്റ്റ് ടു മിസ്റ്റർ ബി ഫോർ ₹12,000. നമ്മുടെ എ ബിക്ക് ഒരു പ്രൊഡക്റ്റ് വിൽക്കുകയാണ് 12,000 രൂപയ്ക്ക്. സോൾ കൺസിഡറേഷൻ അല്ലെങ്കിൽ ആക്ച്വൽ കൺസിഡറേഷൻ ആണ് 12,000 രൂപ. ഇതിന്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ വന്നിട്ടുണ്ട്. ആ ഒരു പ്രൊഡക്റ്റിന്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 24,000 രൂപയാണ്. 24,000 രൂപ. എയും ബിയും അൺറിലേറ്റഡ് പാർട്ടീസ് ആണെന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ കണ്ടീഷൻ ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ അൺറിലേറ്റഡ് പാർട്ടി ആവണം. അത് ഓക്കെ, സാറ്റിസ്ഫൈ ചെയ്യുന്നു. സോൾ കൺസിഡറേഷൻ അല്ലെങ്കിൽ ആക്ച്വൽ കൺസിഡറേഷൻ ഈസ് ഈക്വൽ ടു ഓപ്പൺ മാർക്കറ്റ് വാല്യൂ. ആക്ച്വൽ കൺസിഡറേഷനും ഓപ്പൺ മാർക്കറ്റ് വാല്യൂം സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞു. അതാണോ ഇവിടെ അവസ്ഥ? സെയിം ആണോ? പറ ഗൈസ്, സെയിം ആണോ? ആക്ച്വൽ കൺസിഡറേഷനും ഓപ്പൺ മാർക്കറ്റ് വാല്യൂം സെയിം ആണോ? അല്ല. സോ രണ്ടാമത്തെ കണ്ടീഷൻ അവിടെ എന്ത് ചെയ്യുന്നില്ല, അവര് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. രണ്ടാമത്തെ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോ ഞാൻ എന്താ പറഞ്ഞേ? ആക്ച്വൽ കൺസിഡറേഷൻ എത്രയാണോ അത് വാല്യൂ ഓഫ് സപ്ലൈ എടുക്കുക. വാല്യൂ ഓഫ് സപ്ലൈ വിൽ ബി
₹12,000 ആസ് സിംഗിൾ കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. ഒരു കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ, അൺറിലേറ്റഡ് എന്നുള്ള ആ ഒരു കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആക്ച്വൽ കൺസിഡറേഷൻ എത്രയാണോ അതായിരിക്കും വാല്യൂ ഓഫ് സപ്ലൈ, ദാറ്റ് ഈസ് 12,000. സപ്പോസ് എയും ബിയും റിലേറ്റഡ് പാർട്ടീസ് ആണ്, എയും ബിയും റിലേറ്റഡ് പാർട്ടീസുമാണ്, എയും ബിയും അൺറിലേറ്റഡ് അല്ല റിലേറ്റഡ് പാർട്ടീസും ആണെങ്കിൽ രണ്ട് കണ്ടീഷനും എന്ത് ചെയ്യുന്നില്ല, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ശരിയല്ലേ? എയും ബിയും റിലേറ്റഡ് പാർട്ടീസുമായി ആക്ച്വൽ കൺസിഡറേഷൻ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ രണ്ടും വ്യത്യാസവും. സോ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോ നമ്മൾ വാല്യുവേഷൻ റൂൾ ആപ്ലിക്കബിൾ ആക്കും. അതല്ല പറഞ്ഞേ, അതായത് സെക്ഷൻ 15 സെക്ഷൻ 4ലേക്ക് നമ്മൾ പോകും. അവിടെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ ആയതുകൊണ്ട് 24,000 നമ്മൾ എന്തായിട്ട് എടുക്കും, വാല്യൂ ഓഫ് സപ്ലൈ എടുക്കും. വാല്യുവേഷൻ റൂൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കേണ്ടത്. ക്ലിയർ ആയോ? പറഞ്ഞാട്ടെ. നല്ല ബ്രേക്ക് ആവുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു പറഞ്ഞപ്പോ. അങ്ങനെയാണെങ്കിൽ പണിയാവുമല്ലോ. ഞാൻ ഒരു കാര്യം ചെയ്യാം, എന്നാ റെക്കോർഡ് ചെയ്ത് അയച്ചാൽ മതിയോ? കുഴപ്പമില്ല. അങ്ങനെ മതിയോ? എന്നാലും മതി. സാറ് ഇത്തിരി തവണ എടുത്തിട്ട് പിന്നെ ബ്രേക്ക് ആവുകയാണെങ്കിൽ റെക്കോർഡ് ക്ലാസ് നോക്കാം. കുറച്ചുകൂടെ എടുക്കാം. എന്നിട്ടും ബ്രേക്ക് ആവാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡിംഗ് അയച്ചു തരാം കേട്ടോ. ഇപ്പൊ ഇതുവരെ ഓക്കെ ആണോ? ഇതുവരെ കുഴപ്പമില്ല. ഓക്കെ, ശരി. അവിടെ ആദർശോ? എനിക്കങ്ങനെ കാര്യമായിട്ട് ഇനി നമ്മൾ സെക്ഷൻ 15 സബ്സെക്ഷൻ 2 പഠിക്കാൻ പോവാണ്. സെക്ഷൻ 15 സബ്സെക്ഷൻ 2 ഇൻക്ലൂഷൻ ഇൻ വാല്യൂ സപ്ലൈ. വാല്യൂ സപ്ലൈയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം? എനി ടാക്സസ്, ഡ്യൂട്ടീസ്, സെസ്സസ്, ഫീസ്, ചാർജസ്. ഏതെങ്കിലും തരത്തിലുള്ള ടാക്സുകൾ, ഡ്യൂട്ടീസ്, സെസ്സുകൾ, ഫീസുകൾ, ചാർജസുകൾ അതർ ദാൻ GST ഉൾപ്പെടുത്താൻ പാടില്ല. CGSTയോ SGSTയോ അങ്ങനെ എന്തെങ്കിലും GSTകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്താൻ പാടില്ല. അല്ലാതുള്ള മുനിസിപ്പൽ ടാക്സുകൾ, ഡ്യൂട്ടീസുകൾ, സെസ്സുകൾ, ഫീസുകൾ, ചാർജുകൾ എല്ലാം നിങ്ങൾ വാല്യൂ ഓഫ് സപ്ലൈ കാണാൻ ഉൾപ്പെടുത്തണം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ എനി എമൗണ്ട് ലയബിൾ ടു പേ സപ്ലയർ ഇൻകേർഡ് ബൈ റെസിപ്പിയന്റ്. സപ്ലയർ പേ ചെയ്യേണ്ട ഏതെങ്കിലും ഒരു പേയ്മെന്റ് ആര് പേ ചെയ്യാണ്? റെസിപ്പിയന്റ് പേ ചെയ്യാണ്. സപ്ലയർ പേ ചെയ്യേണ്ട, സപ്ലയർ ലയബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേയ്മെന്റ് റെസിപ്പിയന്റ് പേ ചെയ്യുന്ന അവസ്ഥ. ആ ഒരു എമൗണ്ട് പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ആക്ച്വലി പേ ചെയ്യേണ്ട ആ ഒരു പ്രൈസിൽ ഈ ഒരു എന്താണ് റെസിപ്പിയന്റ് പേ ചെയ്യുന്ന, സപ്ലയർക്ക് ബദലായിട്ട് റെസിപ്പിയന്റ് പേ ചെയ്യുന്ന എമൗണ്ട് കാണിച്ചിട്ടില്ല എങ്കിൽ അതും എന്ത് ചെയ്തതാണ്? ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇത്രേ ഉള്ളൂ. സപ്ലയർ പേ ചെയ്യേണ്ട ഏതെങ്കിലും ഒരു പേയ്മെന്റ് റെസിപ്പിയന്റ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. ദെൻ എന്തെങ്കിലും ഇൻസിഡന്റൽ എക്സ്പെൻസുകൾ, അതായത് പാക്കിംഗ്, കമ്മീഷൻ, എക്സെട്ര തുടങ്ങിയ അങ്ങനെയുള്ള ഇൻസിഡന്റലി സംഭവിക്കുന്ന എക്സ്പെൻസുകൾ ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാലിറ്റി, അതായത് പേയ്മെന്റിൽ ഡിലേ വരുത്തുമ്പോൾ നമ്മൾ എക്സ്ട്രാ എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് വാങ്ങും അവരുടെ കയ്യിൽ നിന്ന്, റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ലേറ്റ് ഫീ വാങ്ങും, അല്ലെങ്കിൽ പെനാലിറ്റി വാങ്ങും. ഇതെല്ലാം നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ദെൻ സബ്സിഡീസ് പ്രൊവൈഡ് ബൈ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ്. സബ്സിഡി സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സബ്സിഡി എന്ത് ചെയ്യാം? ഇൻക്ലൂഡ് ചെയ്യാം. എന്നാൽ അതർ ദാൻ സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് സബ്സിഡികൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അതായത് NGOയുടെ സബ്സിഡി എന്നൊക്കെ പറയും. NGOയുടെ സബ്സിഡി ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പാടില്ല, എക്സ്ക്ലൂഡ് ചെയ്തുകൊള്ളുക. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് വാല്യൂ സപ്ലൈ കാണുന്ന സമയത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പ്രോബ്ലം വരുമ്പോൾ ചെയ്യാം. ഓക്കെ, എക്സ്ക്ലൂഡ് ചെയ്യുന്നത് കൂടെ ഞാൻ പറഞ്ഞിട്ട് പ്രോബ്ലത്തിലേക്ക് വരാം. എന്തൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത്? എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് ഗീവൺ ബിഫോർ ഓർ അറ്റ് ദി ടൈം ഓഫ് സപ്ലൈ ത്രൂ ഇൻവോയ്സ്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നു അല്ലെ? ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് നോൺ ആണ്, ഡിസ്കൗണ്ടിനെ പറ്റിയിട്ട് അറിയാം, അല്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഡിസ്കൗണ്ടിനെ പറ്റിയിട്ട് അറിയാം, അല്ലെങ്കിൽ ടൈം ഓഫ് സപ്ലൈയുടെ സമയത്ത് ഡിസ്കൗണ്ടിനെ പറ്റിയിട്ട് അറിയാമെങ്കിൽ
നമുക്കത് എക്സ്ക്ലൂഡ് ചെയ്യാം. വാല്യൂ ഓഫ് സപ്ലൈയിൽ നിന്ന് കുറച്ച് കാണിക്കാം. അത്തരത്തിലുള്ള ഡിസ്കൗണ്ടുകൾ വാല്യൂ ഓഫ് സപ്ലൈയിൽ നിന്ന് കുറച്ച് കാണിക്കാമെന്നാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം. ടൈം ഓഫ് സപ്ലൈയുടെ സമയത്ത് അല്ലെങ്കിൽ അതിനു മുമ്പ്, ടൈം ഓഫ് സപ്ലൈയുടെ സമയത്ത് അല്ലെങ്കിൽ അതിനു മുമ്പ് ഡിസ്കൗണ്ടിനെ പറ്റിയിട്ട് നോൺ ആണെങ്കിൽ, ഇൻവോയ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള ഡിസ്കൗണ്ടുകൾ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഡിസ്കൗണ്ട് ഗിവൺ ആഫ്റ്റർ ദ സപ്ലൈ ത്രൂ ക്രെഡിറ്റ് നോട്ട്, ബട്ട് ഡിസ്കൗണ്ട് ഗിവൺ ആഫ്റ്റർ ദ സപ്ലൈ, സപ്ലൈ നടന്നതിന് ശേഷമുള്ള ഡിസ്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാം. പക്ഷേ ആ ഒരു എഗ്രിമെന്റിൽ അത് പറഞ്ഞിട്ടുണ്ടാവണം. ടൈം ഓഫ് സപ്ലൈയുടെ സമയത്ത് ആ റെലവന്റ് ഇൻവോയ്സിൽ ഇത്തരത്തിലുള്ള ഒരു ഡിസ്കൗണ്ട് ആഫ്റ്റർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യും എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ഡിസ്കൗണ്ട് കുറയ്ക്കാൻ പറ്റുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? ആഫ്റ്റർ ദി സപ്ലൈ ഡിസ്കൗണ്ട് കിട്ടും, പക്ഷേ അത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ടൈം ഓഫ് സപ്ലൈക്ക് ഒന്നെങ്കിൽ ടൈം ഓഫ് സപ്ലൈയുടെ സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് ആ ഒരു എഗ്രിമെന്റിൽ ആ ഒരു ഇൻവോയ്സിൽ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം, സ്പെസിഫിക്കലി ലിങ്ക് ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ ആ ഡിസ്കൗണ്ട് കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഡിസ്കൗണ്ട് കുറയ്ക്കാൻ പറ്റില്ല. ആഫ്റ്റർ ദ സപ്ലൈ അല്ലാതെ കുറയ്ക്കാൻ പറ്റില്ല കേട്ടോ. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. മിസ്റ്റർ എ സോൾഡ് ഗുഡ്സ് ടു മിസ്റ്റർ ബി ഫോർ ₹20,000. മിസ്റ്റർ ബിക്ക് ഗുഡ്സ് വിൽക്കുന്നു, 20,000 രൂപയുടെ ഗുഡ്സ് ആണ് വിൽക്കുന്നത്. അതിന് പാക്കിംഗ് ചാർജ് ആയിട്ട് ഈടാക്കുന്നുണ്ട് 200 രൂപ. അതുപോലെ തന്നെ എയുടെ പ്രിമിസസിൽ നിന്ന് ബിയുടെ പ്രിമിസസിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു 2,800 രൂപയും എക്ക് ചിലവാകുന്നുണ്ട്. വെദർ പാക്കിംഗ് ചാർജസ് ഓർ ഫ്രൈറ്റ് ഈസ് റിക്വയർഡ് ടു ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻവോയ്സ് ടു ഡിറ്റർമിൻ ദ ടാക്സബിൾ വാല്യൂ. ടാക്സബിൾ വാല്യൂവിൽ ഈ രണ്ട് എക്സ്പെൻസുകൾ, രണ്ട് ചാർജുകൾ ഇൻക്ലൂഡ് ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞാട്ടെ, ചെയ്യണോ വേണ്ടായോ? ഇൻക്ലൂഡ് ചെയ്യണം, യാതൊരു സംശയം വേണ്ട, ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെ മൊത്തം വാല്യൂ സപ്ലൈ എത്രയാവും? 20,000 പ്ലസ് 800 പ്ലസ് 2,800, 23,600. കണ്ടോ? 23,600. രണ്ടാമത്തെ ചോദ്യം. മിസ്റ്റർ എ ഈസ് സോൾഡ് ഗുഡ്സ് വർത്ത് ₹50,000. മിസ്റ്റർ എ 50,000 രൂപ വിലയുള്ള ഗുഡ്സ് വിൽക്കുന്നു. മിസ്റ്റർ എ ഈസ് ഓൾസോ ചാർജ് ഇൻട്രസ്റ്റ് ഓഫ് ₹750 ഫോർ ഡിലേ ഇൻ പേയ്മെന്റ്. ബിക്കാണ് വിൽക്കുന്നതെന്ന് വിചാരിക്കുക. ബിക്കാണ് ഈ ഗുഡ്സ് വിൽക്കുന്നത്. ബി ഇതിന്റെ പേയ്മെന്റ് കൊടുക്കാൻ വൈകുകയാണ്. അപ്പോൾ അതിനൊരു ഇൻട്രസ്റ്റ് ഈടാക്കുന്നു. എ 750 രൂപ. ആഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഡിറ്റർമിൻ ദ ടാക്സബിൾ വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? പറഞ്ഞാട്ടെ, ആഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? പറഞ്ഞേ. ആഡ് ചെയ്യാൻ പറ്റും. ശരിയാണ്, ആഡ് ചെയ്യാം. അപ്പൊ വാല്യൂ സപ്ലൈ എത്ര വരും? 50,750. സംശയമുണ്ടോ? ഇല്ലല്ലോ. 50,750. 50,000 പ്ലസ് 750. അടുത്ത ചോദ്യം. അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ്. എക്സാമിനൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇട്ടേക്കുന്നത്. കമൽ ബുക്ക് ഡിപ്പോട്ട് എ ഹോൾസെയിലർ ഓഫ് സ്റ്റേഷനറി ഐറ്റംസ് registered in Mumbai has received order for supply of stationery items worth 2 lakh on 12th November 2000 from another local registered dealer Mr. Mehta, Mumbai. എന്താ സംഗതി? നമ്മുടെ കമൽ ബുക്ക് ഡിപ്പോട്ട് ഒരു ഹോൾസെയിലർ ആണ്, സ്റ്റേഷനറി ഐറ്റംസിന്റെ ഹോൾസെയിലർ ആണ്. അയാൾ മുംബൈയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളാണ്. ഓക്കെ, ഫൈൻ. അയാൾ ഒരു ഓർഡർ റിസീവ് ചെയ്യുന്നു. ആരുടെ ഓർഡർ ആണ് റിസീവ് ചെയ്യുന്നത്? മുംബൈയിലുള്ള മെഹ്തയുടെ ഓർഡർ ആണ് റിസീവ് ചെയ്യുന്നത്. 2 ലക്ഷം രൂപയുടെ സാധനം വേണം. 2 ലക്ഷം രൂപയുടെ സാധനം സ്റ്റേഷനറി ഐറ്റംസ് സപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കമൽ ബുക്ക് ഡിപ്പോട്ട് ചാർജ്ഡ് ദ ഫോളോയിങ് അഡീഷണൽ എക്സ്പെൻസസ് ഫ്രം മിസ്റ്റർ മേത്ത. സോ 2 ലക്ഷം രൂപയുടെ സാധനം വാങ്ങുമ്പോൾ നമ്മുടെ കമൽ ബുക്ക് ഡിപ്പോട്ട് ഹോൾസെയിലർ കുറച്ച് അഡീഷണൽ എക്സ്പെൻസും കൂടെ ചാർജ് ചെയ്യുന്നുണ്ട് മേത്തയുടെ കയ്യിൽ നിന്ന്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? വാല്യൂ സപ്ലൈ ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? പാക്കിംഗ് ചാർജ് ആഡ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് വോയിസ് ഓൺ ആക്കി പറയുകയാണെങ്കിൽ എളുപ്പമായിരുന്നു. പാക്കിംഗ് ചാർജ് 2 ലക്ഷത്തോടൊപ്പം ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഫ്രൈറ്റ് ആൻഡ് കാർട്ടേജ് ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഇൻഷുറൻസ്, ട്രാൻസിറ്റ് ഇൻഷുറൻസ് ആഡ് ചെയ്യാമോ?
അതോ ആഡ് ചെയ്യാം. എക്സ്ട്രാ ഡിസൈനിങ് ചാർജസ് ആഡ് ചെയ്യരുതോ? ചെയ്യാം. ചെയ്യാം. ടാക്സസ് ബൈ മുനിസിപ്പൽ അതോറിറ്റി, GST അല്ല, CGST യോ SGST യോ IGST യോ അല്ല, മുനിസിപ്പൽ അതോറിറ്റിയുടെ ടാക്സുകൾ ആഡ് ചെയ്യാമോ? ചെയ്യാം. 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 ഇനി എന്തെങ്കിലും ബാക്കിയോടെ വായിച്ചു നോക്കണേ, ബാക്കിയോടെ വായിച്ചു നോക്കാം. ദ ഗുഡ്സ് വെയർ ഡെലിവേർഡ് ടു മിസ്റ്റർ മേത്ത ഓൺ 14th നവംബർ. നമ്മുടെ ഗുഡ്സ് മെഹത്തയുടെ കയ്യിലേക്ക് ഡെലിവേർഡ് ആയിട്ടുണ്ട് 14th നവംബറിൽ. സിൻസ് മിസ്റ്റർ മേത്ത വാസ് സാറ്റിസ്ഫൈഡ് വിത്ത് ക്വാളിറ്റി ഓഫ് ദി ഗുഡ്സ്, നമ്മുടെ മേത്ത നമ്മുടെ ഹോൾസെയിലറിന്റെ ആ ഗുഡ്സുമായിട്ട് ഗുഡ്സ് ഒക്കെ നോക്കിയിട്ട് നല്ല ക്വാളിറ്റി ഒക്കെയാണ് സാറ്റിസ്ഫൈഡ് ആയ അയാൾ അതിന്റെ പേയ്മെന്റും കൊടുത്തു. ഹി മെയ്ഡ് ദ പേയ്മെന്റ് ഓഫ് ഗുഡ്സ് ദ സെയിം ഡേ ആൻഡ് സൈമൾട്ടേനിയസ്ലി. അയാള് 14th നവംബറിൽ തന്നെ പേയ്മെന്റ് കൊടുത്തു. അതേ ഡേയിൽ തന്നെ മറ്റൊരു ഓർഡർ അയാൾ എന്ത് ചെയ്യാണ്, ഹോൾസെയിലറിന് കൊടുക്കുകയാണ്. നമ്മുടെ മേത്ത വന്ന ഗുഡ്സ് കണ്ട് ഇഷ്ടപ്പെട്ട് അന്ന് തന്നെ എന്ത് ചെയ്യാണ്, മറ്റൊരു ഓർഡർ കമൽ ബുക്കിന് കൊടുക്കുകയാണ്. സ്റ്റേഷനറി ഐറ്റംസ് തന്നെ വേണം, 10 ലക്ഷം രൂപയുടെ സ്റ്റേഷനറി ഐറ്റംസ് വേണം. അതെന്നാ ഡെലിവേർഡ് ആവേണ്ടത്? ഡിസംബറിലാണ് ഡെലിവേർഡ് ആവേണ്ടത്. ഓക്കെ. ഓൺ റെസിപ്റ്റ് ഓഫ് സെക്കൻഡ് ഓർഡർ റിസീവ് ചെയ്യുന്ന സമയത്ത് കമൽ ബുക്ക് ഡിപ്പോർട്ട് അലൗഡ് എ ഡിസ്കൗണ്ട് ഓഫ് 20,000 ഓൺ ദി ഫസ്റ്റ് ഓർഡർ പ്ലേസ്ഡ് ബൈ മിസ്റ്റർ മേത്ത. രണ്ടാമത്തെ ഓർഡർ റിസീവ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഓർഡറിന് അയാൾ ഡിസ്കൗണ്ട് കൊടുക്കുവാണ്. കിട്ടുമോ? കിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, 2 ലക്ഷത്തിനോടൊപ്പം ഈ 5 കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്യുക. ഏതൊക്കെ വരും? 2 lakh പ്ലസ് 5,000 പ്ലസ് 2,000 പ്ലസ് 1,500 പ്ലസ് 6,000 പ്ലസ് 500, 21,500 അല്ലേ? 21,500. 21,500. അതിന് 9%. ഇവിടെ GST യുടെ റേറ്റ് പറയുന്നുണ്ട് എത്രയാണെന്നുള്ളത്. 9% CGST, 9% SGST കൊടുക്കുക. അതിവിടെ കൊടുത്തിട്ടുണ്ട് 19,350. എനിക്കൊന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടെ അവര് റീവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൂടെ നോക്കണേ. വുഡ് യുവർ സൊല്യൂഷൻ ബി ഡിഫറെന്റ് ഇഫ് എക്സ്പെൻസസ് 1 to 5, അതായത് 1 മുതൽ 5 വരെയുള്ള എക്സ്പെൻസുകൾ എന്താ ചെയ്തെന്ന് നോക്കാവേ. ഗീവൺ ഇൻ ദ എബോവ് ടേബിൾ ആർ ഓൾറെഡി ഇൻക്ലൂഡഡ് ഇൻ പ്രൈസ് ഓഫ് 2 lakh. അതായത് ഈ പറയുന്ന എക്സ്ട്രാ എക്സ്പെൻസുകൾ, അഡീഷണൽ എക്സ്പെൻസുകൾ എല്ലാം ഈ 2 lakhൽ ഇൻക്ലൂഡഡ് ആണെന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോ വാല്യൂ സപ്ലൈ എത്രയായിരിക്കും പറഞ്ഞേ? 2 lakh തന്നെ. എന്താ സംശയം? ഈ അഡീഷണൽ എക്സ്പെൻസ് 5 എണ്ണവും ഈ 2 ലക്ഷത്തിൽ ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി ആഡ് ചെയ്യാനൊന്നുമില്ല. ആ 2 ലക്ഷം തന്നെയാണ് വാല്യൂ സപ്ലൈ. ആ 2 ലക്ഷത്തിന്റെ 9% CGST, 9% SGST കൊടുത്തേക്കുക. ഓക്കെ, ക്ലിയർ ആണോ? സാറേ, ടാക്സ് ഓൺ ടാക്സ് അവോയ്ഡ് ചെയ്യണമെന്നല്ലേ പറയുന്നത്? അപ്പൊ എന്തോ ഈ ടാക്സ് ഓൺ ടാക്സ് അവോയ്ഡ് ചെയ്യണമെന്നല്ലേ പറയാറ്? ടാക്സ് ഓൺ ടാക്സ് അവോയ്ഡ് ചെയ്യണമെന്നാണോ പറയാറുണ്ടോ? അതാണോ ചോദിച്ചത്? അങ്ങനല്ലേ പറയാറ്? അപ്പൊ മുനിസിപ്പൽ ടാക്സിനെ കൊണ്ടായാലും പിന്നെ GST വരുന്നത്? മുനിസിപ്പൽ ടാക്സ് അത് ഇൻകം ടാക്സിലാണ്, ഇൻകം ടാക്സിൽ വരുന്ന ഐറ്റം ആണ് മുനിസിപ്പൽ ടാക്സ്. കേട്ടോ, ഇവിടെ വരുന്നതല്ല. ഓക്കെ, അത് കഴിഞ്ഞു. ദെൻ അതിന്റെ എല്ലാ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒക്കെ വായിച്ചാൽ മതി. അത് അതിന്റെ ആവശ്യമില്ല, നമ്മളിപ്പോ പറഞ്ഞതിന്ന് വെച്ചത് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. മിസ്റ്റർ എ ഈസ് സോൾഡ് ഗുഡ്സ് ടു മിസ്റ്റർ ബി ഫോർ 20,000. എ ബിക്ക് 20,000 രൂപയുടെ ഗുഡ്സ് വിൽക്കുന്നു. എ ഈസ് അലോയിങ് ഡിസ്കൗണ്ട് ഓഫ് 2,000 അറ്റ് ദി ടൈം ഓഫ് സപ്ലൈ. എ ടൈം ഓഫ് സപ്ലൈയുടെ സമയത്ത് തന്നെ 2,000 രൂപ ഡിസ്കൗണ്ട് അനുവദിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ വാല്യൂ സപ്ലൈ എത്രയായിരിക്കും? അങ്ങനെ വരുമ്പോൾ വാല്യൂ സപ്ലൈ എത്രയായിരിക്കും പറഞ്ഞേ? അതായത് ഡിസ്കൗണ്ട് കുറയ്ക്കാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം. കുറയ്ക്കാൻ പറ്റുമോ? കുറയ്ക്കാം. സോ 20,000 നിന്ന് 2,000 കുറയ്ക്കുക, 18,000 എന്ത് ചെയ്യാം, വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് എഴുതുക. കാരണം എന്താ, ടൈം ഓഫ് സപ്ലൈയുടെ സമയത്ത് ഡിസ്കൗണ്ട് അറിഞ്ഞിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യാം, എക്സ്ക്ലൂഡ് ചെയ്യാം. ഓക്കെ, സീനുണ്ടോ? അടുത്തതിലേക്ക് പൊക്കോട്ടെ. അടുത്തതിലേക്ക് പോവാമോ? യെസ്, പറഞ്ഞേ, അടുത്തതിലേക്ക് പോകാമോ എന്ന് പറയും. പോവാം. ഓക്കെ, അനന്തു കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഇല്ല.
ശരി. Black and White Private Limited has provided the following particulars relating to goods sold by it to Colorful Private Limited. Black and White Private Limited കുറച്ച് ഗുഡ്സ് വിറ്റിട്ടുണ്ട്. ആർക്കാ വിറ്റ്? കളർഫുൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് വിറ്റിരിക്കുന്നത്. അതിന്റെ ലിസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് ഓഫ് ടാക്സ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട പോയിന്റ്സുകളാണ്. എക്സ്ക്ലൂസീവ് ഓഫ് ടാക്സ് ആൻഡ് ഡിസ്കൗണ്ടുകൾ, ടാക്സും ഡിസ്കൗണ്ടും ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള ഗുഡ്സിന്റെ പ്രൈസ് ആണ് തന്നിരിക്കുന്നത് 50,000. അതായത് എക്സാക്ട് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ടാക്സ് ലിവൈഡ് ബൈ മുനിസിപ്പൽ അതോറിറ്റി ആഡ് ചെയ്യാൻ പറ്റുമോ? വോയിസ് ഓൺ ആക്കി പറഞ്ഞു. ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. എന്താ സംശയം? മുനിസിപ്പൽ അതോറിറ്റിക്ക് പേ ചെയ്യുന്ന ടാക്സ് ആണ്, ആഡ് ചെയ്യാം. CGST ആൻഡ് SGST ആഡ് ചെയ്യാൻ പറ്റുമോ? CGST ആൻഡ് SGST വാല്യൂ സപ്ലൈയിൽ ആഡ് ചെയ്യണോ? ഇൻക്ലൂഡ് ചെയ്യണോ? വേണ്ട, ഇൻക്ലൂഡ് ചെയ്യരുത്. പാക്കിംഗ് ചാർജസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ പ്രൈസ് അബോവ് എന്ന് പറയുന്നുണ്ട് പ്രത്യേകം അവര്. അതായത് ഈ ഒരു 50,000 ഈ ഒരു 1000 ഇല്ല എന്നാണ് പറയുന്നത്. 1000 ഇല്ല എന്നാ പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? തിരിച്ച് ആഡ് ചെയ്യേണ്ടി വരും. ശരിയല്ലേ? ശരിയല്ലേ? ഇനി നേരെ മറിച്ച് ഇൻക്ലൂഡഡ് ഇൻ പ്രൈസ് അബോവ് എന്നായിരുന്നെങ്കിലോ? ഇൻക്ലൂഡഡ് ഇൻ പ്രൈസ് അബോവ് എന്നായിരുന്നെങ്കിലോ ആഡ് ചെയ്യണമായിരുന്നോ? വേണമായിരുന്നോ? പറഞ്ഞേ. ഇൻക്ലൂഡഡ് ഇൻ പ്രൈസ് അബോവ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആഡ് ചെയ്യണമായിരുന്നോ? ഞാനത് കേട്ടില്ല. ചെയ്യണ്ട അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 50,000-നോടൊപ്പം 5,000 ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു, 1000 ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, ശരി. ബാക്കി വായിക്കണേ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് റിസീവ്ഡ് ₹2,000 ആസ് എ സബ്സിഡി ഫ്രം NGO ഓൺ സെയിൽ ഓഫ് സച്ച് ഗുഡ്സ്. കണ്ടോ? ആ ഒരു ഗുഡ്സ് വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് NGOയിൽ നിന്നും ഒരു സബ്സിഡി റിസീവ് ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്, 2,000 രൂപ. ഈ 50,000 എന്ന് പറയുന്നത് ആ സബ്സിഡി കൂടി കുറച്ചിട്ടുള്ള എമൗണ്ട് ആണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ കുറയ്ക്കാൻ പാടുണ്ടായിരുന്നോ? ലിസ്റ്റ് പ്രൈസ് 50,000 അല്ലെങ്കിൽ 50,000 കിട്ടിയത് ഈ NGOയുടെ സബ്സിഡി 2,000 കുറച്ചിട്ടാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ കുറയ്ക്കാൻ പാടുണ്ടായിരുന്നോ എന്നാണ് എന്റെ ചോദ്യം. പാടില്ലായിരുന്നു. കാരണം സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ സബ്സിഡി മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ? കുറയ്ക്കാൻ പാടുള്ളൂ. സോ ഈ 2,000 എന്ത് ചെയ്യേണ്ടി വരും? തിരിച്ച് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ശരിയല്ലേ? ശരിയല്ലേ? ആണ്. ഓക്കെ, നമ്മൾ ആ 2,000 കൂടെ ആഡ് ചെയ്തപ്പോ 58,000 വന്നിട്ടുണ്ട്. ബാക്കി നോക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലിമിറ്റഡ് ഓഫേഴ്സ് 2% ഡിസ്കൗണ്ട് on the list price of the goods which is recorded in the invoice for the goods. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലിമിറ്റഡ് ഓഫർ ചെയ്യുന്നുണ്ട് 2% ഡിസ്കൗണ്ട് ലിസ്റ്റ് പ്രൈസിന്. കേട്ടോ, ലിസ്റ്റ് പ്രൈസിന് 2% ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട്. വിച്ച് ഈസ് റെക്കോർഡഡ് ഇൻ ദ ഇൻവോയ്സ്. കണ്ടോ, ഇൻവോയ്സിൽ അത് മെൻഷനും ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്കൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്യരുതോ? ചെയ്യാം. അപ്പൊ എത്ര ഡിസ്കൗണ്ട് കുറയ്ക്കുക? 58,000 എത്തിയിട്ടുണ്ട് നമ്മൾ. 50,000-ന്റെ 2%, ലിസ്റ്റ് പ്രൈസിന്റെ 2% നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്കൗണ്ട് ആയിട്ട് കുറയ്ക്കും. സോ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുമ്പോൾ എത്ര വരും? 57,000 രൂപ. ക്ലിയർ ആയോ? സെറ്റ് അല്ലേ? ഓക്കെ. അടുത്തത് question number 6. Red Pepper Limited, Delhi, a registered supplier, is manufacturing taxable goods. It provides the following details of taxable interstate supply made by it for the month of March. Red Pepper Limited എന്ന് പറയുന്ന രജിസ്റ്റേർഡ് സപ്ലയർ ആണ്. അയാൾ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നവരാണ്. അയാൾ കുറച്ച് ഇന്റർസ്റ്റേറ്റ് സപ്ലൈസ് നടത്തുന്നു. ആ സപ്ലൈയുടെ ആ ഒരു പർട്ടിക്കുലർ ഗുഡ്സിന്റെ അല്ലെങ്കിൽ ഗുഡ്സുകളുടെ ലിസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് ഓഫ് ടാക്സ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. എക്സ്ക്ലൂസീവ് ഓഫ് ടാക്സ് ആണ് തന്നിരിക്കുന്നത്. 15 ലക്ഷം രൂപ. സബ്സിഡി റിസീവ്ഡ് ഫ്രം സെൻട്രൽ ഗവൺമെന്റ് ഫോർ സപ്ലൈ ഓഫ് ടാക്സബിൾ ഗുഡ്സ് ടു ഗവൺമെന്റ് സ്കൂൾ. സബ്സിഡി റിസീവ്ഡ് ഫ്രം സെൻട്രൽ ഗവൺമെന്റ്. തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണോ?
തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. വേണ്ട. വേണ്ട, നിങ്ങൾ അതിനെ അങ്ങ് വിട്ടേരെ, അവനെ അങ്ങ് മാറ്റി നിർത്തിക്കോ, ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യരുതേ, അവനെ അങ്ങ് ഒഴിവാക്കിയാൽ മാത്രം മതി. സബ്സിഡി റിസീവ്ഡ് ഫ്രം NGO ആഡ് ബാക്ക് ചെയ്യണോ? ആഡ് ബാക്ക് ചെയ്യേണ്ടി വരുമോ? പറഞ്ഞോ, കേൾക്കുന്നില്ല? ചെയ്യണം, ആഡ് ചെയ്യണം. NGOയിൽ നിന്നുള്ള സബ്സിഡി ആയതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ടാക്സ് ഡിവൈഡ് ബൈ മുനിസിപ്പൽ അതോറിറ്റി, നമ്മൾ ഇതിനോടകം കണ്ട ഐറ്റം ആണ്, ആഡ് ചെയ്യണം. പാക്കിംഗ് ചാർജ് ആഡ് ചെയ്യണം. ലേറ്റ് ഫീ, എന്താ ചെയ്യേണ്ട? ലേറ്റ് ഫീ ആഡ് ചെയ്യണോ വേണ്ടായോ? ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ലേറ്റ് ഫീ ആഡ് ചെയ്യണം. ഇവര് ആൻസർ ചെയ്യുന്ന സമയത്ത് ഈ 6000 GST കൂടി ഇൻക്ലൂഡഡ് ആണെന്ന് പറയുന്നുണ്ട്, അസംഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. ലേറ്റ് ഫീ ആയിട്ടുള്ള 6000 GST കൂടി ഇൻക്ലൂഡഡ് ആണ് എന്നുള്ള രീതിയിലാണ് ഇവർ പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇൻക്ലൂഡഡ് അല്ലാത്ത എമൗണ്ട് നമ്മൾ എഴുതേണ്ടി വരും. ശരിയല്ല ഞാൻ പറഞ്ഞേ? അതിനകത്ത് ഇവർ ചെയ്തിരിക്കുന്നുണ്ടോ? 15 ലക്ഷം എഴുതി. സെൻട്രൽ ഗവൺമെന്റിന്റെ സബ്സിഡി നിങ്ങൾ പറഞ്ഞു അവോയ്ഡ് ചെയ്തേക്കാൻ പറഞ്ഞു, ഞാൻ അവോയ്ഡ് ചെയ്തു, അത് എടുക്കേണ്ട കാര്യമില്ല. NGOയുടെ ആഡ് ബാക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ആഡ് ബാക്ക് ചെയ്തു. മുനിസിപ്പൽ അതോറിറ്റിയുടെ ആഡ് ബാക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ആഡ് ബാക്ക് ചെയ്തു. പാക്കിംഗ് ചാർജ് ആഡ് ബാക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ആഡ് ബാക്ക് ചെയ്തു. 6000 നിങ്ങൾക്ക് എഴുതാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 6000 തന്നെ എഴുതിക്കോ, വിഷയമില്ല. ഇവരൊരു അസംഷൻ എടുത്തിരിക്കുകയാണ് ഈ 6000 GST കൂടെ ഇൻക്ലൂഡഡ് ആണെന്ന്. അപ്പൊ എന്ത് ചെയ്യണം? GST ഒഴിവാക്കിയിട്ടുള്ള എമൗണ്ട് കാണണം. അതിനെന്താ ചെയ്യാം? 18% GST. സോ 6000 ഡിവൈഡ് ബൈ 118 × 100 എത്ര നോക്കിയാൽ മതി, ഈ എമൗണ്ട് വരും. പറഞ്ഞു മനസ്സിലായോ? GST എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള GST നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റില്ലല്ലോ ഗൈസ്, എടുക്കാൻ പറ്റില്ലല്ലോ. GST ഇവിടെ കാണിക്കാൻ പറ്റില്ലല്ലോ, ആഡ് ബാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് GST ഒഴിവാക്കിയിട്ടുള്ള ലേറ്റ് ഫീ എത്രയാണെന്നുള്ള കണ്ടുപിടിക്കുക. 5085. സോ അതങ്ങ് ആഡ് ചെയ്താൽ മതി. ഇനി പോട്ടെ, നിങ്ങൾ 6000 എടുത്താലും കുഴപ്പമൊന്നുമില്ല. 6000 ആണ് ലേറ്റ് ഫീ. GST എക്സ്ക്ലൂഡ് ആയിട്ടുള്ള ലേറ്റ് ഫീ 6000 ആണെന്ന് അസംഷൻ എഴുതി വെച്ചാൽ മതി, വിഷയമില്ല. ഓക്കെ, ക്ലിയർ ആണോ? സീനുണ്ടോ? ഇല്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. ശരി, അടുത്തത്. കോഹ്ലി ലിമിറ്റഡ്, എ രജിസ്റ്റേർഡ് സപ്ലയർ, ഹാസ് സപ്ലൈഡ് മിഷനറി ടു ഗീസ ലിമിറ്റഡ്. കോഹ്ലി ലിമിറ്റഡ് ഒരു രജിസ്റ്റേർഡ് സപ്ലയർ ആണ്, അയാള് മിഷനറി ഗീസ ലിമിറ്റഡിന് സപ്ലൈ ചെയ്യുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് റിഗാർഡിംഗ് ദ സെയിം. ഗുഡ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത്. മിഷനറിയുടെ പ്രൈസ് തന്നിട്ടുണ്ട് 5,50,000. എക്സ്ക്ലൂസീവ് ഓഫ് ടാക്സ് ആൻഡ് ഡിസ്കൗണ്ട് ആണ് വന്നിരിക്കുന്നത്. എക്സ്ക്ലൂസീവ് ഓഫ് ടാക്സ് ആൻഡ് ഡിസ്കൗണ്ട്സ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയുള്ളത് ശ്രദ്ധിക്കുക. ആ മിഷനറിയുടെ ഏതോ ഒരു പാർട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഗീസ ലിമിറ്റഡിന്റെ പ്രിമിസസിൽ പോയി മിഷനറിയുടെ ഒരു പാർട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏതോ ഒരു സാധന സംഗതി കൂടി അതിനകത്ത് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മിഷനറിയിൽ. ഓക്കെ, അതാണ് സംഗതിയെ. എമൗണ്ട് ഹാസ് ബീൻ പെയ്ഡ് ബൈ ഗീസ ലിമിറ്റഡ് ഡയറക്ട്ലി ടു ദ പാർട്ട് സപ്ലയർ. അപ്പോ ഈ പാർട്ട് കൊണ്ടുവന്ന് സപ്ലൈ ചെയ്ത ആ വ്യക്തിക്ക് നമ്മുടെ ഗീസ ലിമിറ്റഡ് അങ്ങ് പേയ്മെന്റ് കൊടുത്തു. പറഞ്ഞ മനസ്സിലായോ? ശരിക്കും കോഹ്ലി ലിമിറ്റഡ് കൊടുക്കേണ്ടതായിരുന്നു സപ്ലയറിന് പേയ്മെന്റ്. ഈ പാർട്ട് കൊണ്ടുവന്ന് പാർട്ട് സപ്ലൈ ചെയ്യുന്ന സപ്ലയർക്ക് പേയ്മെന്റ് കൊടുക്കേണ്ടത് കോഹ്ലി ആയിരുന്നു. കൊടുത്തത് ആരാ? പക്ഷേ ഗീസ ലിമിറ്റഡ് ആണ്. അത് ആഡ് ബാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആഡ് ബാക്ക് ചെയ്യണ്ട. ഉറപ്പാണോ? സപ്ലയർ കൊടുക്കാനുള്ള പേയ്മെന്റ് റെസിപ്പിയന്റ് കൊടുക്കേണ്ട അവസ്ഥ. ആഡ് ബാക്ക് ചെയ്യണോ വേണ്ടായോ? ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറയാം. ഇവിടുത്തെ സപ്ലയർ എന്ന് പറയുന്ന കോഹ്ലിയാണ്. ഞാൻ പറയാം, ഒരു ചെറിയ പടം പോലെ കാണിച്ചു തരാവേ. ഇത് നമ്മുടെ കോഹ്ലി, ഇയാളാണ് യഥാർത്ഥ സപ്ലയർ അല്ലേ? ആണേ. ഇയാളാണ് റെസിപ്പിയന്റ്. ഓക്കെ, ഇയാളാണ് റെസിപ്പിയന്റ്. റെസിപ്പിയന്റിന്റെ പ്രിമിസസിലാണ് ആ മിഷനറി കൊണ്ടുവയ്ക്കുന്നത് അല്ലെ? അതിലേക്ക് എന്തോ ഒരു അഡീഷണൽ ആയിട്ട് ഫിറ്റിങ്സ് ചെയ്യാനായിട്ട് മറ്റൊരു സപ്ലയർ
പാർട്ട് എത്തിച്ചു കൊടുക്കുന്നു, ഫിക്സ് ചെയ്യുന്നു. പറഞ്ഞ മനസ്സിലായോ? ഇത് മറ്റൊരു സപ്ലയർ ആണ്, അനദർ സപ്ലയർ ആണ്. ഓക്കെ, കോഹ്ലിയാണ് യഥാർത്ഥ സപ്ലയർ, ഗീസയാണ് റെസിപ്പിയന്റ്. റെസിപ്പിയന്റിന്റെ പ്രിമിസസിലാണ് ആ മിഷനറി എന്ത് ചെയ്യുന്നത്, ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ആ മിഷനറിയുടെ ഇൻസ്റ്റാളേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അഡീഷണൽ ആയിട്ട് ഒരു പാർട്ട് വേണം. അത് സപ്ലൈ ചെയ്യുന്ന നമ്മുടെ ഇദ്ദേഹമാണ്, ഈ സപ്ലയർ ആണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. ഇയാൾക്കുള്ള പേയ്മെന്റ് ആര് കൊടുക്കുന്നു? ഗീസ കൊടുക്കുന്നു. ശരിക്കും കൊടുക്കേണ്ടിയിരുന്നത് നമ്മുടെ കോഹ്ലിയായിരുന്നു. പക്ഷെ നമ്മുടെ റെസിപ്പിയന്റ് ഇയാൾക്ക് പേയ്മെന്റ് കൊടുക്കുകയാണ്. ആ ഒരു പേയ്മെന്റ് ആഡ് ബാക്ക് ചെയ്യണോ വേണ്ടായോ എന്നുള്ളതാണ് ചോദ്യം. ചെയ്യണോ? ആഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ സപ്ലൈയോട് കൂട്ടണോ എന്നാണോ എന്നാണ് ചോദ്യം. കൂട്ടണം. ആ അത് തന്നെ കൂട്ടണം കേട്ടോ. സോ നമ്മള് ആഡ് ചെയ്യും. സപ്ലയർക്ക് ഇൻവോയ്സ് ബില്ല് കൊടുക്കാൻ പറ്റില്ലേ? എന്തോ കേട്ടില്ല. ഈ സപ്ലയർ എടാ ബ്രേക്ക് ആവുന്നു. പുള്ളിക്ക് ബില്ല് കൊടുക്കാൻ പറ്റില്ലേ? ഇൻവോയ്സ് കൊടുക്കാൻ പറ്റില്ല? ആർക്ക് ഇൻവോയ്സ് കൊടുക്കാൻ? റെസിപ്പിയന്റിനോ? വേറെ സപ്ലയർ അല്ലേ പാർട്ട് കൊണ്ട് സെറ്റ് ചെയ്തത്? ആ നമ്മുടെ റെസിപ്പിയന്റ് ആണ് റെസിപ്പിയന്റിന് കൊണ്ട് സെറ്റ് പേയ്മെന്റ് കൊടുത്തത്. അയാൾക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല എന്നാണോ ചോദ്യം? ഹലോ, റെസിപ്പിയന്റിന് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പാടില്ലേ എന്നാണോ ചോദ്യം? രണ്ടാമത്തെ സപ്ലയർ ഇല്ലേ പാർട്ട് കൊണ്ട്, വേറൊരു ഓക്കെ, ഈ സപ്ലയർക്ക് അത് തന്നെ ഞാൻ പറഞ്ഞു മാറിപ്പോ. അനദർ സപ്ലയറിന് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പാടില്ലേ റെസിപ്പിയന്റിന് നേരെ എന്നാണോ? അതാണോടാ ചോദിച്ചേ? അതന്നെ. ഹലോ, അല്ല, ഇവര് തമ്മിൽ ഒരു കോൺട്രാക്ട് ഇല്ലല്ലോ. ഇവിടെ യാതൊരു തരത്തിലുള്ള കോൺട്രാക്റ്റും ഇല്ല, യാതൊരു തരത്തിലുള്ള എഗ്രിമെന്റും ഇല്ല മേടിച്ചോളാമെന്നൊന്നും. പേയ്മെന്റ് കൊടുക്കുന്നു, അത് റീഇംബേഴ്സ് ചെയ്യും. കോഹ്ലി എന്ന് പറയുന്ന സപ്ലയർ അത് റെസിപ്പിയന്റിന് റീഇംബേഴ്സ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് ആ ഒരു സംഗതി അവിടെ വരില്ല. നമ്മുടെ ഗീസ ലിമിറ്റഡും ആ അനദർ സപ്ലയറും തമ്മിൽ വേറൊരു കോൺട്രാക്ട് ഇല്ല. പേയ്മെന്റ് ഗീസ ലിമിറ്റഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് കോഹ്ലി എന്ന് പറയുന്ന സപ്ലയർ, യഥാർത്ഥ സപ്ലയർ എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്? റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു സംഗതി വരില്ല കേട്ടോ. നെറ്റിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണോ എന്തോ ഒരു എടാ കേട്ടായിരുന്നോ? ഹലോ 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 ഹലോ, കേക്കാവോടാ? ഇവിടെ എഴുതിയിട്ടുണ്ട്, എനി എമൗണ്ട് ദാറ്റ് ദ സപ്ലയർ ഈസ് ലയബിൾ ടു പേ in relation to a supply but which has been incurred by the recipient of the supply and not included in the price actually paid or payable for the goods is includable in the value of supply in terms of section 2 subsection P. സപ്ലയർ കൊടുക്കേണ്ട ഏതെങ്കിലും ഒരു പേയ്മെന്റ് അൺഫോർച്ചുനേറ്റ്ലി റെസിപ്പിയന്റ് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് ഇൻവോയ്സിൽ കാണിച്ചിട്ടുമില്ല എങ്കിൽ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. സോ നമ്മൾ 20,000 ആഡ് ബാക്ക് ചെയ്യുന്നു. ദെൻ മൂന്നാമത്തെ ഇൻസ്റ്റലേഷൻ ചാർജസ് ആഡ് ചെയ്യണോ ആഡ് ബാക്ക് ചെയ്യണോ? ഇൻസ്റ്റലേഷൻ ചാർജസ് പറഞ്ഞാട്ടെ, ആഡ് ബാക്ക് ചെയ്യണോ? ആഡ് ബാക്ക് ചെയ്യണം.
അടുത്തത് ഡിസ്കൗണ്ട് അറ്റ് 2% ഓൺ പ്രൈസ് ഓഫ് മിഷനറി മെൻഷൻഡ് അറ്റ് സീരിയൽ നമ്പർ എബോവ് റെക്കോർഡിംഗ് വോയിസ്. ഓക്കെ, ഒരു 2% ഡിസ്കൗണ്ട് അനുവദിക്കുന്നുണ്ട്, ഇൻവോയ്സിൽ റെക്കോർഡും ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ ഡിസ്കൗണ്ട് നമുക്ക് ഡിഡക്ട് ചെയ്യരുതോ? ചെയ്യാൻ പറ്റുമോ? പറഞ്ഞേ. ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയൊന്നും എഴുതാം. ആദ്യം 5,50,000 സപ്ലയറിന് പകരം റെസിപ്പിയന്റ് പേ ചെയ്ത 20,000 ആഡ് ചെയ്യുന്നു, 25,000 ആഡ് ചെയ്യുന്നു, 5,95,000 വരും. മിഷനറിയുടെ പ്രൈസിന്റെ 2% എന്ത് ചെയ്യണ്ടേ? ഡിസ്കൗണ്ട് കൊടുക്കേണ്ടത്. അതായത് 5,50,000 2%, 11,000 വരും. ഓക്കെ, അത്ര എഴുതി. അടുത്തതായി ഇത് നോക്കേ. കോഹ്ലി ലിമിറ്റഡ് പ്രൊവൈഡ്സ് അഡീഷണൽ ഡിസ്കൗണ്ട് അറ്റ് 1% at the year end based on additional purchase of other machinery for which adjustment is made at the end of financial year without any change in individual transaction. Kohli Limited provides additional discount at 1% at year end. ഇൻവോയ്സിലൊന്നും പറയുന്നില്ല ഈ 1% ഡിസ്കൗണ്ട് കൊടുക്കും എന്നുള്ളത് ഇയർ എൻഡില്. സോ അത് കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല, കുറയ്ക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, സോ എത്ര വരും മൊത്തം? ഡിസ്കൗണ്ട് കൂടെ കുറയ്ക്കുമ്പോൾ 11,000 കുറയ്ക്കുമ്പോൾ 5,84,000 രൂപ. 5,84,000. ക്ലിയർ അല്ലേ? പ്രശ്നമില്ലല്ലോ. അടുത്തതിലേക്ക് പോവാം. Mr. A is sold 1,000 units of goods to Mr. B. Mr. A 1000 യൂണിറ്റ്സ് ബിക്ക് വിൽക്കുകയാണ് 20,000 രൂപയ്ക്ക്. 1000 യൂണിറ്റ്സ് ബിക്ക് വിൽക്കുകയാണ് 20,000 രൂപയ്ക്ക്. ആൻഡ് ടോട്ടൽ യൂണിറ്റ് സോൾഡ് ഡ്യൂറിംഗ് ദ ഇയർ ടു മിസ്റ്റർ ബി ആഫ്റ്റർ ഇൻക്ലൂഡിംഗ് ദീസ് യൂണിറ്റ് ഈസ് 2,500. അങ്ങനെ ഒറ്റ വർഷം ഇയാള് എത്ര യൂണിറ്റ്സ് ബിക്ക് വിറ്റിട്ടുണ്ട്? 2,500 യൂണിറ്റ്സ് വിറ്റിട്ടുണ്ട്. ഓക്കെ, ആസ് പെർ ദി ടേംസ് ഓഫ് അഗ്രിമെന്റ്, if Mr. A is purchasing more than 2,000 units of goods in a year, then Mr. A is allowing Mr. B എന്നായിരുന്നു പറയേണ്ടത്. If Mr. B is purchasing more than 2,000 units of goods in a year, then ആണ് Mr. A is allowing 10% discount in all the supplies. സംഗതി ഇത്രയേ ഉള്ളൂ, പറഞ്ഞുതരാം. മിസ്റ്റർ എ 1000 യൂണിറ്റ്സ് ആർക്ക് വിൽക്കുന്നു? മിസ്റ്റർ ബിക്ക് വിൽക്കുന്നു. 20,000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അതൊരു മാസം. അങ്ങനെ ഒരു വർഷം ഒരു 2,500 യൂണിറ്റ്സ് മിസ്റ്റർ ബിക്ക് മിസ്റ്റർ എ വിൽക്കുന്നുണ്ട്. അപ്പൊ ഇവർ തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു. മിസ്റ്റർ ബി 2,000 യൂണിറ്റ്സിൽ കൂടുതൽ ഒരു വർഷം മേടിച്ചാൽ 10% ഡിസ്കൗണ്ട് തരാമെന്ന് എല്ലാ സപ്ലൈസിനും, ഇൻ ഓൾ ദി സപ്ലൈസ്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളതാണ് എന്റെ ചോദ്യം. എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടും? ഇവിടെ ആദ്യം വാല്യൂ ഓഫ് സപ്ലൈ കണ്ടുപിടിക്കുക. 1000 യൂണിറ്റ്സ്, 1000 അല്ല, ഇങ്ങനെ മതി. 20,000 എന്ന് പറയുന്നത് എത്ര യൂണിറ്റ്സിനായിരുന്നു? 1000 യൂണിറ്റ്സിനായിരുന്നു. അങ്ങനെയാണെങ്കിൽ 2,500 യൂണിറ്റ്സിന് എത്ര വരും? പറഞ്ഞേ, എത്ര വരും? വാല്യൂ എത്ര വരും? 50,000 അല്ലെ? 50,000 രൂപ വരും വാല്യൂ ഓഫ് സപ്ലൈ. 2,500 യൂണിറ്റ്സിന് 50,000 രൂപ ബി എക്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ 10% ഡിസ്കൗണ്ട് അല്ലെ? എത്ര വരും? 5,000 രൂപ ഡിസ്കൗണ്ട് കണ്ടുപിടിച്ചു. ഇതിന്റെ 18% GST, IGST എത്ര വരും? 900. 1000 യൂണിറ്റ്സ് വിറ്റത് 20,000 രൂപയ്ക്ക്. സോ 20,000 എന്ന് പറയുന്ന 1000 യൂണിറ്റ്സിനാണെങ്കിൽ 2,500 യൂണിറ്റ്സിന് എത്രയാണ് ഉള്ളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ ഓഫ് സപ്ലൈ കിട്ടും. 2,500 യൂണിറ്റ്സിന്റെ വാല്യൂ ഓഫ് സപ്ലൈ കിട്ടും. അതിന്റെ 10% ഇൻട്രസ്റ്റ് കൊടുക്കാന്നാ പറയുന്നത്. സോ 5,000, അതിന് 18% GST. ഇത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ?
അടുത്തിലേക്ക് പോവാം. ആ Mr. X is providing construction services to Mr. Y. Mr. X കൺസ്ട്രക്ഷൻ സർവീസുകൾ Yക്ക് പ്രൊവൈഡ് ചെയ്യാണ്. ഇൻ അഡീഷൻ ടു ദ കൺസിഡറേഷന് പുറമെ, അതായത് Y അപ്പൊ പേയ്മെന്റ് കൊടുക്കണമല്ലോ അല്ലെ, ഇല്ലേ? Y എക്സിനപ്പം പേയ്മെന്റ് കൊടുക്കണമല്ലോ, അതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. Mr. Y is also supplying construction material to Mr. X. Determine the value supplied to levy of GST. Mr. Y is also supplying construction material to Mr. X. Mr. X supplier. Mr. X ആണ് supplier. Mr. Y ആണ് recipient. Mr. X supplier, Mr. Y recipient. Okay? Okay ലാടാ? Mr. X supplier, Mr. Y recipient. കൺസ്ട്രക്ഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യാണ്. കൺസ്ട്രക്ഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യാണ്. അതിനുള്ള കൺസിഡറേഷൻ ആര് കൊടുക്കുന്നുണ്ട്? മിസ്റ്റർ വൈ മിസ്റ്റർ എക്സിന് കൊടുക്കുന്നുണ്ട്. കൺസിഡറേഷൻ കൊടുക്കണമല്ലോ, ചുമ്മാ ഫ്രീ ആയിട്ടൊന്നും ചെയ്യില്ലല്ലോ. സെയിം ടൈം മിസ്റ്റർ വൈ കുറച്ച് മെറ്റീരിയൽസും ആർക്ക് കൊടുക്കുന്നുണ്ട്? ഈ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മിസ്റ്റർ എക്സിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ വാല്യൂ ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് മെറ്റീരിയൽ വിൽ ബി ഫോം പാർട്ട് ഓഫ് വാല്യൂ ഓഫ് സപ്ലൈ. അങ്ങനെ വരുമ്പോൾ ആ മെറ്റീരിയലിന്റെ കോസ്റ്റും വാല്യൂ ഓഫ് സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ആ മെറ്റീരിയലിന്റെ കോസ്റ്റും വാല്യൂ ഓഫ് സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ക്ലിയർ? സീനുണ്ടോ? ഇല്ലല്ലോ? ഉണ്ടോ? എന്താ പറഞ്ഞോ? അടുത്തേക്ക് പോവാം. അപ്പം ഹലോ എന്തോ? ഹലോ അപ്പൊ ആ തിരിച്ച് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന വേറെ സപ്ലൈ ആയിട്ട് കാണിക്കാൻ പറ്റില്ലേ? ഇല്ല, ഇത് ഈ കൺസ്ട്രക്ഷനുമായിട്ട് സെപ്പറേറ്റ്. ബന്ധപ്പെട്ട് മിസ്റ്റർ വൈ കുറച്ച് മെറ്റീരിയൽസ് അത്രയും കുറവ് കിട്ടുമല്ലോ മിസ്റ്റർ എക്സിന്റെ ഭാഗത്തു നിന്ന് പേയ്മെന്റില്. അതുകൊണ്ടാ ഈ ഒരു കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്, ആ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെറ്റീരിയൽ വൈ എക്സിന് കൊടുക്കുന്നത്. അപ്പൊ അതിൽ കുറവ് വരുത്താലോ, അല്ലെങ്കിൽ അതിന്റെ കൂടെ കാശ് മിസ്റ്റർ എക്സ് മേടിക്കൂലേ? അതാണ് സംഗതി. ഇപ്പൊ ക്ലിയർ ആയോ? അപ്പം വാങ്ങി കൺസിഡറേഷൻ പ്ലസ് ഈ മെറ്റീരിയൽസ് അല്ലേ, അങ്ങനെയല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയാണ് സെക്ഷൻ 15 സബ്സെക്ഷൻ 1, സെക്ഷൻ 15 സബ്സെക്ഷൻ 2, സെക്ഷൻ 15 സബ്സെക്ഷൻ 3 വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് സെക്ഷൻ 15 സബ്സെക്ഷൻ 4ലേക്ക് പോകാം. 15 സബ്സെക്ഷൻ 1, 2, 3 എന്നീ സംഗതികൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ സെക്ഷൻ 15 സബ്സെക്ഷൻ 4ലേക്ക് വരുന്നത്. അവിടെ റൂൾ 27 മുതൽ 31 വരെ നമുക്ക് പ്രധാനമായിട്ട് ഇത് പഠിക്കാനായിട്ട് പോവാണ്. റൂൾ 27 മുതൽ റൂൾ 31 വരെ പറഞ്ഞ മനസ്സിലായോ? സോ GST വാലുവേഷൻ റൂൾസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കേൾക്കുന്നുണ്ടോ? ഹലോ എടാ, ബ്രേക്ക് കുറവുണ്ടോ? ഇപ്പോ കുഴപ്പമില്ല. അപ്പൊ നമ്മൾ GST വാലുവേഷൻ റൂൾസ് പഠിക്കാനായിട്ട് പോവാണ്. നമ്മൾ സെക്ഷൻ 15 സബ്സെക്ഷൻ 1 പഠിച്ചു, 2 പഠിച്ചു, 3 പഠിച്ചു. ഇതിലൂടെ ഒന്നും നമുക്ക് വാല്യൂ സപ്ലൈ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ വാലുവേഷൻ റൂൾസ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. വാലുവേഷൻ റൂൾസിന്റെ സെക്ഷൻ 15 സബ്സെക്ഷൻ 4 ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു റൂൾസുകൾ കുറെ ഉണ്ട്. എന്നല്ല, റൂൾ 27, റൂൾ 28, 29, 30, 31 5 റൂൾസ് നമുക്ക് ഈ ഒരു സെക്ഷൻ 15 സബ്സെക്ഷൻ 4 പഠിക്കാനുണ്ട്. അത് ഓരോന്നായിട്ട് നമ്മൾ ഓരോ റൂളും പഠിക്കാൻ പോവാണ്. ഓരോ റൂളും പഠിച്ചിട്ട് അതിന്റെ പ്രോബ്ലംസും ചെയ്താണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. റെഡിയാണോ? പറഞ്ഞേ. ഓക്കെ, റെഡി.
റെഡി അടിപൊളി. സോ ആദ്യം നമുക്ക് റൂൾ 27 ഡിസ്കസ് ചെയ്യാം. റൂൾ 27, വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് വേർ ദ കൺസിഡറേഷൻ ഈസ് നോട്ട് ഹോളി ഇൻ മണി. അതായത് ഇവിടുത്തെ കൺസിഡറേഷൻ മുഴുവനും പണമായിട്ടായിരിക്കില്ല. നോക്കാം, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Where the supply of goods or services for a consideration not wholly in money, the value of the supply shall be the open market value of such a supply. മുഴുവനായും മണിയിലല്ല കൺസിഡറേഷൻ എങ്കിൽ ആ ഒരു ക്വസ്റ്റിനിൽ നമ്മുടെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ, ആ ഒരു ഗുഡ്സിന്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ, ആ ഒരു പ്രൊഡക്റ്റിന്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ടാവും. അത് നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ എടുത്തോളൂ. ഇനി ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഇല്ലെങ്കിലോ, the sum total of consideration in money and any further amount is money as equivalent to the consideration. എത്രയാണോ മണി ആയിട്ടുള്ളത് അതും മണിക്ക് തുല്യമായിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, മണിയായിട്ട് കിട്ടിയതും ക്യാഷ് ആയിട്ട് കിട്ടിയതും ക്യാഷിന് തുല്യമായിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് വെക്കാം. ഇനി അതും അവൈലബിൾ അല്ല, എ ഉപയോഗിച്ചും ബി ഉപയോഗിച്ചും നമുക്ക് വാല്യൂ കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോ അതേ കൈൻഡ് ആൻഡ് ക്വാളിറ്റി ഉള്ള ഗുഡ്സിന്റെ വാല്യൂ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടാവും. അവനെ എടുത്തോളൂ, അവനെ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് എടുത്തോളൂ. ഇനി അതും ഇല്ലെങ്കിൽ റൂൾ 30 അല്ലെങ്കിൽ 31 എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. എയും ബിയും സിയും കൊണ്ട് നമുക്ക് വാല്യൂ ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ റൂൾ 30 അല്ലെങ്കിൽ 31 അപ്ലൈ ചെയ്യും. ക്ലിയർ ആണോ? ഒന്നാമത്തെ എ എന്ന് പറയുന്നത് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട്. ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഇല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അതും ക്യാഷിനോട് ഉതകുന്ന വാല്യൂ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കൺസിഡറേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇക്വലന്റ് ആയിട്ടുള്ള മണിയോട് ഇക്വലന്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് എഴുതുക. അതും ഇല്ല, സെയിം കൈൻഡ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ഗുഡ്സിന്റെ എന്തെങ്കിലും വാല്യൂ തന്നിട്ടുണ്ടാവും, അതെടുത്തോളൂ. അതും ഇല്ല എങ്കിൽ റൂൾ 30 അല്ലെങ്കിൽ 31 അപ്ലൈ. റൂൾ 30, 31 എന്താണെന്നുള്ളത് ഇവിടെ ഞാൻ പറയുന്നുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് പഠിക്കുകയും ചെയ്യും. ഓക്കെ, റൂൾ 27 ഓക്കെ ആണോ? റൂൾ 27 സിറ്റുവേഷൻ മനസ്സിലായല്ലോ. കൺസിഡറേഷൻ മുഴുവനായും മണിയായിട്ടല്ല. ഓക്കെ, പ്രോബ്ലത്തിലേക്ക് പോവാം. ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ പറയാം. ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ പറയാം. ഡി അല്ലടാ, ഡി അല്ലേ? അത് തന്നെ. നമുക്ക് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഇല്ല, മണിയായിട്ട് കിട്ടിയതിന്റെ ഡാറ്റ ഇല്ല, ലൈക്ക് കൈൻഡ് ഒരേപോലത്തെ അതേ നമ്മൾ സപ്ലൈ ചെയ്യുന്ന പോലത്തെ വേറൊരു പ്രൊഡക്റ്റിന്റെ അതേ ക്വാളിറ്റിയിലുള്ള അതേ കൈൻഡിലുള്ള പ്രൊഡക്റ്റിന്റെ വാല്യൂ തന്നിട്ടില്ല. ഈ 3 രീതിയിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല വാല്യൂ. അപ്പൊ നമ്മൾ റൂൾ 30 അല്ലെങ്കിൽ 31 അപ്ലൈ ചെയ്യും. റൂൾ 30, 31 എന്താണ് എന്നുള്ളത് പറഞ്ഞാലേ അതെന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാവുള്ളൂ. കേട്ടോ? അതിലേക്ക് വരാം നമുക്ക്. Where a new phone is supplied 20,000 rupees along with the exchange of an old phone, and if the price of the new phone without exchange is 24,000 rupees. ഒരു ന്യൂ ഫോൺ സപ്ലൈ ചെയ്യാണ്, വേറെ ന്യൂ ഫോൺ ഈ സപ്ലൈ 20,000 രൂപയ്ക്കാണ് സപ്ലൈ ചെയ്യുന്നത്. മറ്റൊരു ഫോൺ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു ഓൾഡ് ഫോൺ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് 20,000 രൂപയ്ക്ക് നമ്മൾ ഈ ഒരു എന്ത് വാങ്ങുന്നത്, ഈ ഒരു ഫോൺ വാങ്ങുന്നതല്ല, സപ്ലൈ നടത്തും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഗതി? ഇല്ലസ്ട്രേഷൻ നോക്കിയേ. Where a new phone is supplied 20,000 rupees along with the exchange of an old phone, and if the price of the new exchange is 24,000. Okay, ഒരു പുതിയ ഫോൺ സപ്ലൈ നടത്തുകയാണ്, പുതിയ ഫോൺ വിൽക്കുകയാണ് 20,000 രൂപയ്ക്ക് along with the exchange of an old phone. ഒരു ഓൾഡ് ഫോൺ വാങ്ങിച്ചിട്ടാണ്, എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് 20,000 രൂപയ്ക്ക് പുതിയ ഫോൺ വിൽക്കുന്നത്. എക്സ്ചേഞ്ച് ഇല്ലാതെ ആ ഫോണിന്റെ വില എന്ന് പറയുന്നത് 24,000 രൂപയാണ്. അതതിന്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ആണ് തന്നിരിക്കുന്നത് 24,000 രൂപ. സോ ഇവിടുത്തെ വാല്യൂ ഓഫ് സപ്ലൈ ഏതായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞോ, വോയിസ് ഓൺ ആക്കി പറഞ്ഞു. 24,000 ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എത്രയാണോ അതാണ് വാല്യൂ ഓഫ് സപ്ലൈ.
വേർ എ ലാപ്ടോപ്പ് ഈസ് ആ സപ്ലൈഡ് ഫോർ 40,000 വാല്യൂ എന്തോ കേട്ടില്ല അവനെ. ആ എക്സ്ചേഞ്ച് ഒരു 5000 അല്ലെങ്കിൽ 24,000 കൂടുതലാകുന്ന ഒരു എമൗണ്ട് വാല്യൂവും കൂടെ നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടെങ്കിലോ? 24,000 അതായത് ഇപ്പൊ വേറൊരു എക്സ്ചേഞ്ച് ചെയ്യുന്നില്ലേ ഒരു ഫോണ്, അതിനിപ്പോ 5000 വാല്യൂ 5000 വാല്യൂ തന്നിട്ടുണ്ടെങ്കിലോ? 5000 രൂപയുടെ ഫോണാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെന്നാണോ? ഹലോ അങ്ങനെയാണെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ തന്നെ ആയിരിക്കും വാല്യൂ ഓഫ് സപ്ലൈ. കേട്ടോടാ? ഹലോ എടാ, ഓൾഡ് ഫോണിന് 5000 രൂപയാണ് വില ഇട്ടിരിക്കുന്നത് എങ്കിൽ എന്നാണോ ചോദിച്ചത്? അത് തന്നെ. അങ്ങനെയാണെങ്കിലും ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എത്രയാണോ അതാണ് വാല്യൂ ഓഫ് സപ്ലൈ. കേട്ടോ? Where a laptop is supplied for 40,000 rupees along with the barter of a printer that is manufactured by the recipient, and the value of the printer known at the time of supply is 4,000 rupees, but the open market value of the laptop is not known. The value of supply of the laptop is okay. നോക്കാം. ഒരു ലാപ്ടോപ്പ് സപ്ലൈ ചെയ്യാണ് 40,000 രൂപയ്ക്ക്. 40,000 രൂപയ്ക്ക് ഒരു ലാപ്ടോപ്പ് സപ്ലൈ ചെയ്യാണ്. റെസിപ്പിയന്റ് മാനുഫാക്ചർ ചെയ്ത ഒരു പ്രിന്റർ ഈ ഒരു ലാപ്ടോപ്പ് കച്ചവടക്കാരന് കൊടുക്കുന്നുണ്ട്. 4,000 രൂപ വിലയുള്ള ഒരു പ്രിന്ററാണ് ഈ ലാപ്ടോപ്പ് കടക്കാരന് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലാപ്ടോപ്പിന്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ അല്ലാന്നും പറയും. ലാപ്ടോപ്പിന്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ അല്ലാന്നും പറയും. അങ്ങനെ വരുമ്പോ എങ്ങനെയാണ് വാല്യൂ ഓഫ് സപ്ലൈ കണ്ടുപിടിക്കുക? എ അവൈലബിൾ അല്ലടാ, ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ അല്ല. പിന്നെ നമ്മൾ എന്ത് നോക്കണം? ബി നോക്കുക. കുറച്ച് ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോടാ? ഉണ്ടോ? കുറച്ച് ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ? 40,000 രൂപ ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും മണി വാല്യൂ ഉള്ള മണിക്ക് ഈക്വലന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒരു പ്രിന്റർ കിട്ടിയിട്ടുണ്ട് അല്ലേ? അതിന്റെ വാല്യൂ എത്രയാ? 4,000. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ഇത് വാല്യൂ ഓഫ് സപ്ലൈ. ക്ലിയർ ആയോ? ക്ലിയർ. അടുത്തത്, മിസ്റ്റർ എ ബീങ് എ രജിസ്റ്റേർഡ് പേഴ്സൺ സെൽസ് ടിവി ടു ഓൾ കസ്റ്റമേഴ്സ് അറ്റ് 45,000. മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അയാള് ടി വി എല്ലാ കസ്റ്റമേഴ്സിനും വിൽക്കുന്നു. 45,000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഹി സപ്ലൈഡ് ന്യൂ ടി വി ഫോർ 42,000 along with the exchange of an old TV. പുതിയ ടി വി അയാൾ 42,000 രൂപയ്ക്ക് വിൽക്കുകയാണ് വിത്ത് ദ എക്സ്ചേഞ്ച് ഓഫ് ആൻ ഓൾഡ് ടി വി. അങ്ങനെയാണെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഏതായിരിക്കും? എല്ലാ കസ്റ്റമേഴ്സിനും വിൽക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 45,000 ആണ്. സോ അത് തന്നെയാണ് എന്ത്? ഓപ്പൺ മാർക്കറ്റ് വാല്യൂ. MCQ ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോളൂ. MS X Limited is a manufacturer of car. MS X Limited കാറിന്റെ മാനുഫാക്ചറർ ആണ്. And sells the car in the open market at a price of rupees 11 lakh. അയാള് ഓപ്പൺ മാർക്കറ്റിൽ ആ കാർ വിൽക്കുന്നത് 11 ലക്ഷം രൂപയ്ക്കാണ്. MS X Limited provided the car to his company auditor is only for 9 lakh. അയാളുടെ കമ്പനി ഓഡിറ്റർക്ക് ഇത് 9 ലാഖിന് വിൽക്കുകയാണ്. അയാളുടെ പുതിയ കാറാണ്. പുതിയ കാറ് എന്ത് ചെയ്യുന്നു? 11 ലക്ഷത്തിന് വിറ്റുകൊണ്ടിരിക്കുന്ന കാറ് കമ്പനി ഓഡിറ്റർക്ക് 9 ലക്ഷത്തിന് വിൽക്കുകയാണ്. അതിന് ബദലായിട്ട് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓഡിറ്റ് സർവീസ് എക്സ് ലിമിറ്റഡിന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ആൻഡ് ചാർജ്ഡ് 5,000. അതിന് 5,000 രൂപ ഈടാക്കുന്നുണ്ട്. 5,000 രൂപ ഈടാക്കുന്നുള്ളൂ. എന്തുകൊണ്ടാ? കാർ 9 ലക്ഷത്തിന് കൊടുക്കുന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് സപ്ലൈ എന്തായിരിക്കും?
ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ ആണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എ നോക്കാം നമുക്ക്. എ അവൈലബിൾ ആണോ? ആണെങ്കിൽ അതാണ് വാല്യൂ ഓഫ് സപ്ലൈ. എത്ര? 11 ലക്ഷം. വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അടുത്തത് MSX Limited is supplier of security services, provides such services to MSX Limited സെക്യൂരിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. MSY ലിമിറ്റഡിന് സെക്യൂരിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആസ് പെർ ദി കോൺട്രാക്ട് MSY ലിമിറ്റഡ് is to pay monthly 1 lakh. സോ Y ലിമിറ്റഡ് എക്സ് ലിമിറ്റഡിന് 1 ലക്ഷം മന്ത്ലി കൊടുക്കണം. പേയ്മെന്റ് ആണ്, റെമ്യൂണറേഷൻ ആണ്, സാലറി ആണ്. In the month of November, MSY Limited supplied uniform to all employees. എല്ലാ എംപ്ലോയീസിനും നമ്മുടെ Y ലിമിറ്റഡ് എന്ത് ചെയ്തു? യൂണിഫോം സപ്ലൈ ചെയ്തു. 20,000 രൂപ മുടക്കിയിട്ടാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത് എല്ലാ എംപ്ലോയീസും. സെക്യൂരിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും അയാൾ 20,000 രൂപ മുടക്കി എന്ത് ചെയ്തു? യൂണിഫോം അയച്ചു കൊടുത്തു. അതായത് റെസിപ്പിയന്റ് 20,000 രൂപ മുടക്കി എന്ത് ചെയ്തു? യൂണിഫോം മേടിച്ചു. തുടർന്ന് എക്സ് ലിമിറ്റഡ് 80,000 രൂപയുടെ ബില്ലേ ഇഷ്യൂ ചെയ്തുള്ളൂ. 80,000 രൂപയുടെ ബില്ലേ ഇഷ്യൂ ചെയ്തുള്ളൂ. 1 ലക്ഷം രൂപയാണ് എക്സിന് കൊടുക്കേണ്ടിയിരുന്നത്. യൂണിഫോം വൈ എന്ന് പറയുന്ന കമ്പനി മേടിച്ചു തന്നതുകൊണ്ട് 20,000 രൂപയുടെ യൂണിഫോം മേടിച്ചു തന്നതുകൊണ്ട് 80,000 രൂപയുടെ ബില്ലേ റൈസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ വരുമ്പോ വാല്യൂ സപ്ലൈ എങ്ങനെ കണ്ടുപിടിക്കാം? ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഉണ്ടോടാ? ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഉണ്ടോ? അഗ്രിമെന്റ് പ്രൈസ് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. എന്തോ കോൺട്രാക്ട് പ്രൈസ് അങ്ങനെ കോൺട്രാക്ട് ഏർപ്പെടുന്നില്ല 1 ലക്ഷം എന്ന് പറഞ്ഞിട്ട്. അത് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അല്ല. അത് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അല്ല കേട്ടോ. ഓപ്പൺ മാർക്കറ്റ് വാല്യൂ വരുന്നത് ഗുഡ്സിനാണ്. സോ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഉണ്ടോ? വാല്യൂ ഇല്ല. കുറച്ചെങ്കിലും ക്യാഷ് വാങ്ങിയിട്ടുണ്ടോ? കുറച്ചെങ്കിലും ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ? 80,000 ഉണ്ടോ? ഉണ്ടോ? കേട്ടില്ലടാ. ഉണ്ട്. 80,000 രൂപ. 80,000. എത്ര രൂപയുടെ യൂണിഫോം കിട്ടിയത്? ഈക്വൽ ടു മണി, ഇക്വവാലന്റ് ടു മണി 20,000. 1 ലക്ഷമാണ് വാല്യൂ സപ്ലൈ. കട്ടിയാ? ഓക്കെ. അടുത്തത് SATC അക്കാഡമി നോർമലി ചാർജ് 10,000. SATC എന്ന് പറയുന്ന ഒരു അക്കാഡമി, അവര് 10,000 രൂപയാണ് കൊമേഴ്സ് സ്റ്റുഡൻസിനെ ടീച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മേടിക്കുന്നത്. എ മെറിറ്റ് സ്റ്റുഡന്റ് അപ്രോച്ചസ് ദ മാനേജ്മെന്റ് ഓഫ് SATC അക്കാഡമി. ഒരു മെറിറ്റ് ഉള്ള സ്റ്റുഡന്റ് ഈ ഒരു SATC അക്കാഡമിയിലേക്ക് വന്നു അഡ്മിഷൻ എടുക്കാനായിട്ട്. അവരവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ പറഞ്ഞു, ഇച്ചിരി വീക്ക് ആണെന്നുള്ള കാര്യം അറിയിച്ചു അവരെ. അപ്പൊ ഒരു കൺസേൺ അവർക്ക് കൊടുത്തിട്ടുണ്ട്. കൺസിഡേർഡ് ഹിസ് ഫിനാൻഷ്യൽ പൊസിഷൻ എഗ്രീസ് ടു ചാർജ് ഓൺലി 5,000 ഫ്രം സച്ച് സ്റ്റുഡന്റ്. 10,000 മേടിക്കുന്നിടത്ത് ആ ഒരു പർട്ടിക്കുലർ സ്റ്റുഡന്റിന്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മനസ്സിലാക്കിയപ്പോ 5,000 രൂപയെ ചാർജ് ചെയ്യുന്നുള്ളൂ. എടാ പറഞ്ഞടാ, ഇവിടുത്തെ വാല്യൂ ഓഫ് സപ്ലൈ ഏതായിരിക്കും? വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ ഓഫ് സർവീസ് എത്രയായിരിക്കും? പെട്ടെന്ന് ചാടി ഓടി പറയും 10,000 രൂപയാണ്. പക്ഷെ അല്ല, ശരിക്കും ആ വ്യക്തിയിൽ നിന്ന് എത്രയെ കളക്ട് ചെയ്യുന്നുള്ളൂ? 5,000 കളക്ട് ചെയ്യുന്നുള്ളൂ. ശരിയല്ലേ? സോ അതാണ് വാല്യൂ സപ്ലൈ. 5,000 കളക്ട് ചെയ്യുന്നുള്ളൂ. ആ ഒരു കസ്റ്റമറിൽ നിന്ന് 5,000 കളക്ട് ചെയ്യുന്നുള്ളൂ. കളക്ട് ചെയ്യുന്നതാണ് വാല്യൂ സപ്ലൈ. ഒരിക്കലും ചാർജ് ചെയ്യുന്ന 10,000 രൂപയെന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. എല്ലാവരുടെയും കയ്യിൽ നിന്ന് മേടിക്കുന്ന 10,000 രൂപ ഇവിടെ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. ആ ഒരു പർട്ടിക്കുലർ കുട്ടിയിൽ നിന്ന് 5,000 രൂപ ഈടാക്കുന്നുള്ളൂ. സോ അതേ വാല്യൂ സപ്ലൈ ആയിട്ട് വരുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ ആണോടാ? പറഞ്ഞേ. സീനുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഇല്ല. ഓക്കെ. റൂൾ 28 ശ്രദ്ധിക്കണം. റൂൾ 28 ഒക്കെയാണ് അത്യാവശ്യം കുഴപ്പിക്കുന്നതായിട്ട് വരുന്നത്. പക്ഷെ അധികം കുഴപ്പിക്കാനൊന്നും ഇല്ല. നോക്കിക്കോ, ശ്രദ്ധിച്ചിരുന്നോ?
Rule 28. Value of supply of goods or services or both between distinct or related person. ഇത്രയും പഠിച്ചാൽ മതി. ഇത് വേണ്ട, പിന്നെ അങ്ങ് വിട്ടേരെ. ഇത് നമ്മൾ വേറെ പഠിക്കുന്നുണ്ട്, 29 പഠിക്കുന്നുണ്ട്. Value of supply of goods or services or both between distinct or related person. ഡിസ്റ്റിങ്ക്ട് പേഴ്സണും റിലേറ്റഡ് പേഴ്സണും എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. അവർ തമ്മിലുള്ള ട്രാൻസാക്ഷന്റെ വാല്യൂ ഓഫ് സപ്ലൈ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ അത്, ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ ആണെങ്കിൽ അത് വാല്യൂ ഓഫ് സപ്ലൈ എടുത്തുക. ഇനി ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ അല്ലെങ്കിലോ, ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി, അതേ ക്വാളിറ്റിയിലുള്ള ഗുഡ്സിന്റെ വില അവൈലബിൾ ആണെങ്കിൽ അത് വാല്യൂ ഓഫ് സപ്ലൈ എടുത്തുക. ഇനി അങ്ങനെയും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ റൂൾ 30 അല്ലെങ്കിൽ റൂൾ 31 അപ്ലൈ ചെയ്യാം. ഓക്കെ, ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ ആണെങ്കിൽ അത് എടുക്കുക. അത് അവൈലബിൾ അല്ലെങ്കിൽ ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി ഗുഡ്സിന്റെ പ്രൈസ് അവൈലബിൾ ആണെങ്കിൽ അത് എടുക്കുക. ഇനി അത് രണ്ടും പറ്റുന്നില്ല എങ്കിൽ, എയും ബിയും നടക്കുന്നില്ല എങ്കിൽ മാത്രം റൂൾ 30, 31, റൂൾ 30 അല്ലെങ്കിൽ 31 അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഒരു ചെറിയ ഒരു ഒരു റിലീഫ് കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. പ്രൊവൈഡഡ് ദാറ്റ് വേർ ദ ഗുഡ്സിന് മാത്രമേ ഉള്ളത്, ആർ ഇന്റൻഡഡ് ഫോർ ഫർദർ സപ്ലൈ. അതായത് ഞാൻ ഒരു റിലേറ്റഡ് പേഴ്സണ് ഗുഡ്സ് വിൽക്കുന്നു, ആ റിലേറ്റഡ് പേഴ്സൺ റിലേറ്റഡ് അല്ലാത്ത ഒരു പേഴ്സണ് ഫർദർ സപ്ലൈ നടത്തുകയാണ് ആ ഗുഡ്സ്. പറഞ്ഞ മനസ്സിലായോ? ഞാൻ സപ്ലയർ, അദ്ദേഹം റെസിപ്പിയന്റ്. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മനുഷ്യനെ കാണാൻ പറ്റുമല്ലോ അല്ലേ? സപ്ലൈ നടത്തുകയാണ്, റിലേറ്റഡ് പേഴ്സൺ ആണ്. ഈ റെസിപ്പിയന്റ് എന്ത് ചെയ്യുന്നു? ഒരു അൺറിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ എന്ത് ചെയ്യുന്നു? ഫർദർ സപ്ലൈ നടത്തുകയാണ് ഈ ഗുഡ്സ്. അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണ് ഫർദർ സപ്ലൈ നടത്തുകയാണ്. ഓക്കെ, ഇതാണ് സിറ്റുവേഷൻ. റിലേറ്റഡ് ആയിട്ടുള്ള സപ്ലയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റെസിപ്പിയന്റ് എന്ത് ചെയ്യുന്നു? സപ്ലൈ നടത്തുന്നു. ആ റെസിപ്പിയന്റ് എന്ത് ചെയ്യുന്നു? അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഫർദർ സപ്ലൈ നടത്തുകയാണ്. ഫർദർ സപ്ലൈ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഈ സാഹചര്യം വരുമ്പോ എങ്ങനെയാണ് വാല്യൂ ഓഫ് സപ്ലൈ കണ്ടുപിടിക്കുക? ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു ഫർദർ സപ്ലൈയിൽ നമ്മൾ ഒരു എമൗണ്ട് ചാർജ് ചെയ്യുമല്ലോ. റെസിപ്പിയന്റ് അൺറിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സണ് ഗുഡ്സ് വിൽക്കുന്നു, ആ ഗുഡ്സിന് ഒരു പേയ്മെന്റ് ഉണ്ടാവും. ആ പേയ്മെന്റിന്റെ 90% വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കാണിച്ചാൽ മതി. 90% എന്തായിട്ട് കാണിച്ചാൽ മതി? വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കാണിച്ചാൽ മതി. ഓക്കെ, ഇവിടെ കേട്ടോ, ഇവിടെ എക്സാമ്പിളിലേക്ക് വരാം, നമുക്ക് നോക്കാം. Mr. A sold a bike without consideration to Mr. B. Open market price of the bike is rupees 52,000. Mr. A ഒരു ബൈക്ക് വിൽക്കുകയാണ്. ആർക്കാണ് വിൽക്കുന്നത്? മിസ്റ്റർ ബിക്കാണ് വിൽക്കുന്നത്. വിത്തൗട്ട് കൺസിഡറേഷൻ റിലേറ്റഡ് പേഴ്സൺ ആണ് കൊടുത്തിരിക്കുന്നത്. സോ കൺസിഡറേഷൻ ഒന്നും അവിടെ ഇല്ല. അതിന്റെ ഓപ്പൺ മാർക്കറ്റ് പ്രൈസ് എന്നിട്ട് 52,000 രൂപ. മിസ്റ്റർ ബി ഈസ് എ ഫാമിലി മെമ്പർ ഓഫ് മിസ്റ്റർ എ. ഇതാണോ ഇതിൽ റിലേറ്റഡ് പേഴ്സൺ ആണെന്നും പറയുന്നുണ്ട്. സോ ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് സപ്ലൈ ഫോർ ദ പർപ്പസ് ഓഫ് ലെവി ഓഫ് GST. എടാ, ഇവിടെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ ആണോ? ഇവിടെ ആദ്യത്തെ ക്രൈറ്റീരിയ അതാണല്ലോ. ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ ആണോ? പറഞ്ഞേ. ആണെങ്കിൽ അതാണ് വാല്യൂ ഓഫ് സപ്ലൈ 52,000. അതാണ് വാല്യൂ ഓഫ് സപ്ലൈ 52,000. വേറെ സംഗതികളൊന്നുമില്ല. അടുത്ത എക്സാമ്പിൾ നോക്കിക്കോ. X Enterprises sold a bike for 30,000 to Y Enterprises. X Enterprises Y Enterprisesന് 30,000 രൂപയുടെ ബൈക്ക് വിൽക്കുകയാണ്. അതിന്റെ ഓപ്പൺ മാർക്കറ്റ് പ്രൈസ് വന്നിട്ടുണ്ട് 52,000 രൂപ. ബോത്ത് ഫോംസ് ആർ രജിസ്റ്റേർഡ് അണ്ടർ ദ സെയിം പാൻ എന്ന് പറഞ്ഞാൽ അവർ റിലേറ്റഡ് പേഴ്സൺ ആണെന്നാണ്. ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് സപ്ലൈ ഫോർ ദി പർപ്പസ് ഓഫ് ലെവി ഓഫ് GST. വാല്യൂ ഓഫ് സപ്ലൈ കാണാനാണ് പറഞ്ഞേക്കുന്നത്. റിലേറ്റഡ് പേഴ്സൺ ആണ്, ഓപ്പൺ മാർക്കറ്റ് പ്രൈസ് അവൈലബിൾ ആണ്. ഏതായിരിക്കും വാല്യൂ ഓഫ് സപ്ലൈ? എ അവൈലബിൾ ആണോ? ആണല്ലോ. 52,000 ആണ് വാല്യൂ ഓഫ് സപ്ലൈ. ഒരു സംശയം വേണ്ട.
അടുത്ത ചോദ്യം. മിസ്റ്റർ എ സോൾഡ് എ പ്രൊഡക്റ്റ് ഫോർ ₹84,000. എ 84,000 രൂപയുടെ പ്രൊഡക്റ്റ് മിസ്റ്റർ ബിക്ക് വിൽക്കുകയാണ്. ഓപ്പൺ മാർക്കറ്റ് പ്രൈസ് കണ്ടാ അവൈലബിൾ അല്ല കേട്ടോ. ഓപ്പൺ മാർക്കറ്റ് പ്രൈസ് അവൈലബിൾ അല്ല. ഇനി എന്താ സംഭവിച്ചേക്കെന്ന് നോക്കാം. എ പ്രൊഡക്റ്റ് വിത്ത് ദ സെയിം ഫീച്ചേഴ്സ് ഓഫ് അതർ കമ്പനി ഈ സെല്ലിംഗ് ഇൻ ദ മാർക്കറ്റ് ഫോർ 1,34,000. ഇതേ ഫീച്ചേഴ്സ് ഉള്ള ഇതേ ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് മറ്റൊരു കമ്പനി വിൽക്കുന്നുണ്ട് മാർക്കറ്റിൽ 1,34,000 രൂപയ്ക്ക്. മിസ്റ്റർ ബി ഈസ് ദ എംപ്ലോയി ഓഫ് മിസ്റ്റർ എ എന്ന് പറഞ്ഞ റിലേറ്റഡ് പേഴ്സൺ ആണെന്നാണ് പറയുന്നത്. റിലേറ്റഡ് പേഴ്സൺ ആണ്. എ അവൈലബിൾ ആണോടാ? എ അവൈലബിൾ ആണോ? ഓപ്പൺ മാർക്കറ്റ് അവൈലബിൾ ആണോ ഈ ക്വസ്റ്റനില്? അല്ല. ബിയോ? ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി അവൈലബിൾ ആണോ? ആണ്. 1,34,000. സോ അതാണ് വാല്യൂ ഓഫ് സപ്ലൈ. അതേ പ്രൊഡക്റ്റ് സെയിം ഫീച്ചേഴ്സ് ഉള്ള മറ്റൊരു കമ്പനി വിൽക്കുന്നുണ്ട് മാർക്കറ്റിൽ. സോ അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി 1,34,000. അത് വാല്യൂ ഓഫ് സപ്ലൈ എടുത്തു. സീനുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ 4 നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 4. എ ലിമിറ്റഡ് സോൾഡ് എ പ്രൊഡക്റ്റ് ഫോർ ₹34,000. എ ലിമിറ്റഡ് 34,000 രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് വിൽക്കുകയാണ്. മിസ്റ്റർ എക്സിനാണ് വിൽക്കുന്നത്. ഓപ്പൺ മാർക്കറ്റ് പ്രൈസ് അവൈലബിൾ അല്ല. ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി അവൈലബിൾ അല്ല. അവൈലബിൾ ആയിട്ട് ഒന്നേ ഉള്ളൂ, കോസ്റ്റ് ഓഫ് പർച്ചേസ് ഓഫ് പ്രൊഡക്റ്റ്. ഇത് പർച്ചേസ് ചെയ്തപ്പോൾ നമുക്കുണ്ടായ കോസ്റ്റ് തന്നിട്ടുണ്ട് 50,000 രൂപ. അവിടെ നിന്നോട്ടെ. ഇതൊരു മെയിൻ പോയിന്റ് ആണ്. അവിടെ നിന്നോട്ടെ. മിസ്റ്റർ എക്സ് ഹോൾഡ് 30% ഷെയർ ഇൻ എ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് പേഴ്സൺ ആണ്. 25%ലും കൂടുതൽ ഹോൾഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ റിലേറ്റഡ് പേഴ്സൺ ആയിരിക്കും. സോ വാല്യൂ ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ഏതൊക്കെ ഇല്ല? ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഇല്ല, എ ഇല്ല, ബി ഇല്ല, സി. എടുത്തോ വന്നാ മതി. രാവിലെ ഉണ്ടിരിക്കാം, നീ വിളിച്ചാൽ മതി. അപ്പൊ ഈ കേസിൽ ഒന്നുകൂടെ പറയാം. എ അപ്ലൈ ആവൂല, ബി അപ്ലൈ ആവൂല, സി നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. സി അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ റൂൾ 30 അല്ലെങ്കിൽ 31 അപ്ലൈ ചെയ്യാം. സോ ഞാൻ റൂൾ 30 അപ്ലൈ ചെയ്യാൻ പോവാ. റൂൾ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് പ്ലസ് 10% ഓഫ് കോസ്റ്റ്. നമുക്കിവിടെ പർച്ചേസ് കോസ്റ്റ് തന്നിട്ടുണ്ടല്ലോ 50,000 രൂപ. അതിനോടൊപ്പം 50,000ന്റെ 10% കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും വാല്യൂ ഓഫ് സപ്ലൈ. 55,000 കേട്ടോ. 110% എന്നും പറയാറുണ്ട്. 110%, അതായത് 50,000ന്റെ 110% കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. 50,000ന്റെ 110%. 110 കാണുമ്പോൾ നിങ്ങൾ പേടിച്ചു പോരുന്നു. 50,000ന്റെ 110% എന്ന് പറഞ്ഞാൽ 55,000 തന്നെയാണ് വരുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം. എ ലിമിറ്റഡ് സോൾഡ് എ പ്രൊഡക്റ്റ് ഫോർ ₹34,000. എ ലിമിറ്റഡ് പ്രൊഡക്റ്റ് വിൽക്കുകയാണ്. 34,000 രൂപയ്ക്ക് പ്രൊഡക്റ്റ് വിൽക്കുകയാണ്. മിസ്റ്റർ എക്സിനാണ് വിൽക്കുന്നത്. ഓപ്പൺ മാർക്കറ്റ് പ്രൈസ് അവൈലബിൾ അല്ല. ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി അവൈലബിൾ അല്ല. മിസ്റ്റർ എക്സ് ഈസ് സെല്ലിംഗ് ദ സെയിം ലൈക്ക് കൈൻഡ് ഓഫ് ദി പ്രൊഡക്റ്റ് ടു ഹിസ് കൺസ്യൂമർ ഫോർ 60,000. ഇതേ പ്രൊഡക്റ്റ് കൺസ്യൂമറിന് വിൽക്കുന്നുണ്ട് 60,000 രൂപയ്ക്ക്. ഇതേ പ്രൊഡക്റ്റ് കൺസ്യൂമറിന് വിൽക്കുന്നുണ്ട് മിസ്റ്റർ എക്സ് 60,000 രൂപയ്ക്ക്. അതായത് ഒരു അൺറിലേറ്റഡ് പേഴ്സൺ വിൽക്കുന്നുണ്ട് 60,000 രൂപയ്ക്ക്. മിസ്റ്റർ എക്സ് ഹോൾഡ് 30% ഷെയർ ഇൻ എ ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിലേറ്റഡ് പേഴ്സൺ ആണെന്നാണ്. ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് സപ്ലൈ ഫോർ ദ പർപ്പസ് ഓഫ് ലെവി ഓഫ് GST. എടാ ഇവിടെ എ അവൈലബിൾ ആണോ? അല്ല. ബി അവൈലബിൾ ആണോ? അല്ല. സി ആപ്ലിക്കബിൾ ആവുന്നതിന് മുമ്പ് ഞാൻ ഒരു സ്പെഷ്യൽ പ്രൊവിഷന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഗുഡ്സിന് ആപ്ലിക്കബിൾ ആവുന്ന പ്രൊവിഷൻ, അവനെ ഒന്ന് നോക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ ഫർദർ സപ്ലൈ പറയുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ മിസ്റ്റർ എക്സ് സെല്ലിംഗ് ദ സെയിം അതേ പ്രൊഡക്റ്റ്, എയിൽ നിന്ന് എക്സ് വാങ്ങിയ പ്രൊഡക്റ്റ് എക്സ് ഫർദർ സപ്ലൈ നടത്തുന്നുണ്ടെന്ന് പറയുന്നു.
ഒരു അൺറിലേറ്റഡ് പേഴ്സൺ. സോ ആ അൺറിലേറ്റഡ് പേഴ്സൺ എത്ര രൂപയ്ക്ക് വിൽക്കുന്നു അതിന്റെ 90% എടുക്കാം നമുക്ക് വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലായിരുന്നോ? സോ അതാണ് ഇവിടെ വന്നിരിക്കുന്നത് 54,000 രൂപ. 60,000ന്റെ 90% 4,000 രൂപ. ഫർദർ സപ്ലൈ വരുന്ന സാഹചര്യത്തിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രൊവിഷൻ അപ്ലൈ ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം റൂൾ 30 അല്ലെങ്കിൽ തരും, കോസ്റ്റ് തരും, എന്തായാലും കോസ്റ്റ് തരും. സോ റൂൾ 30 അപ്ലൈ ചെയ്താൽ മതി. സംശയം ഉണ്ടോ ഇതിൽ സംശയം ഉണ്ടോ? ഒന്നുകൂടെ പറയണോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, വിഷയമില്ലല്ലോ. ശരിയില്ല. ഇതൂടെ പറഞ്ഞാൽ ഇപ്പൊ സമയം എന്തായി? വാല്യൂ ഓഫ് റൂൾ 29 ആണ്. വാല്യൂ ഓഫ് സപ്ലൈ. ഹലോ ഹലോ എടാ, ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ സാറേ, തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ. ആ ഹലോ എടാ പറഞ്ഞോ. ഹലോ, കേക്കാവോ? കേൾക്കാം, പറഞ്ഞു. ഈ ക്വസ്റ്റ്യനില് കോസ്റ്റും കൂടെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതാ എടുക്കണ്ടേ? അത് ഈ 90% എടുക്കണോ അതോ കോസ്റ്റിന്റെ കോസ്റ്റ് പ്ലസ് 10%? ഏതാണോ കോസ്റ്റ് തരാൻ ചാൻസ് ഇല്ല. ഇനി കോസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് പ്ലസ് 10% ഓഫ് കോസ്റ്റ് ചെയ്യാം. ദെൻ 60,000 90% കൂടെ കാണും. അതിൽ ഏതാണോ കുറവ് അതെടുത്തോ. എന്തോ അല്ല, ഇതിൽ ഏതാ ആദ്യം നോക്കണ്ടെന്ന് അങ്ങനെയുണ്ടോ? അങ്ങനെ വരാൻ ചാൻസ് ഇല്ലടാ. ഇങ്ങനെ ചോദിക്കുള്ളൂ. കോസ്റ്റ് തരാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരില്ല കേട്ടോ. ഇനി അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കോസ്റ്റിന്റെ 10% കൂടെ ആഡ് ചെയ്ത് വാല്യൂ സപ്ലൈ കണ്ടുപിടിക്കുക. ഈ 60,000ന്റെ 90% എത്രയാണെന്ന് വെച്ചുള്ള കണ്ടുപിടിച്ച് വെക്കുക. അതിൽ ഏറ്റവും ലോവർ ആയിട്ടുള്ള തിരഞ്ഞെടുത്തോ, സെലക്ട് ചെയ്തോ കേട്ടോ. അടുത്തത് ഏജന്റിന്റെ കാര്യമാണ്. പ്രിൻസിപ്പളും ഏജന്റും തമ്മിലുള്ള ട്രാൻസാക്ഷൻ കേട്ടോ. പ്രിൻസിപ്പളും ഏജന്റും തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണ്. റൂൾ 29 വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് മെയ്ഡ് ഓർ റിസീവ്ഡ് ത്രൂ ആൻ ഏജന്റ്. ഇവിടെ എങ്ങനെയാണ് വാല്യൂ ഓഫ് സപ്ലൈ കണ്ടുപിടിക്കുക? ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഓർ അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി സപ്ലയർ the 90% of the price charged for the supply of goods of like kind and quality by the recipient to his customer not being a related person. ഇത് ഞാനൊരു പടത്തിലൂടെ കാണിച്ചു തരാം. എടാ, പ്രിൻസിപ്പൾ, ഏജന്റ്. ഓക്കെ, പ്രിൻസിപ്പൾ ഏജന്റിന് ഗുഡ്സ് കൊടുക്കുന്നു. ഇവിടെ കൺസിഡറേഷൻ ഒന്നും ഇല്ല. കൺസിഡറേഷൻ ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. ഏജന്റ് ആയതുകൊണ്ട് കൺസിഡറേഷൻ ഇല്ല. ഓക്കെ, ഏജന്റ്. സോ ഇവര് റിലേറ്റഡ് പേഴ്സൺ ആണല്ലോ അല്ലെ. പ്രിൻസിപ്പളും ഏജന്റ് എന്ന് പറയുമ്പോൾ റിലേറ്റഡ് പേഴ്സൺ ആണ്. ഈ ഏജന്റ് എന്ത് ചെയ്യുന്നു? ഒരു അൺറിലേറ്റഡ് പേഴ്സണ് ഗുഡ്സ് വിൽക്കുകയാണ്. കൺസിഡറേഷൻ ഉണ്ട്. ഒരു 1000 ആയിക്കോട്ടെ. പറഞ്ഞ മനസ്സിലായോ? പ്രിൻസിപ്പൾ ഏജന്റിന് എന്ത് ചെയ്യുന്നു? ഗുഡ്സ് വിൽക്കുന്നു. ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു വിത്തൗട്ട് കൺസിഡറേഷൻ. ഏജന്റ് അതൊരു അൺറിലേറ്റഡ് റെസിപ്പിയന്റിന് എന്ത് ചെയ്യുന്നു? സെയിൽ ചെയ്യുന്നു. ഇവിടെ എങ്ങനെയാണ് ഈ ഒരു ട്രാൻസാക്ഷനിലെ വാല്യൂ ഓഫ് സപ്ലൈ കണ്ടുപിടിക്കുക? ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ ആയിരിക്കും. അതും ഓർ നമ്മുടെ ഏജന്റ് ഒരു അൺറിലേറ്റഡ് പേഴ്സൺ ഒരു 1000 രൂപയ്ക്ക് ഗുഡ്സ് വിൽക്കുമല്ലോ. അതിന്റെ 90% എടുക്കുക. എത്ര വരും? 1000ന്റെ 90% എന്ന് പറയുമ്പോൾ 900. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. ഓക്കെ, അയ്യോ, അതിലേതാണോ ചെറുത് അത് വാല്യൂ ആയിട്ട് എടുത്തു. ഓക്കെ, ഓപ്പൺ മാർക്കറ്റ് വാല്യൂ നമുക്ക് ക്വസ്റ്റനിൽ തരും. അതെടുത്ത് എഴുതുക ആദ്യം. അതിനുശേഷം ഏജന്റ് അൺറിലേറ്റഡ് പേഴ്സൺ എത്ര രൂപയ്ക്ക് വിറ്റില്ലേ ഗുഡ്സ്, അതിന്റെ 90% കൊണ്ട് എടുത്ത് എഴുതുക.
തമ്മിൽ കമ്പയർ ചെയ്യുക, ലോവർ എടുക്കുക. അത്രേ ഉള്ളൂ. ക്ലിയർ ആടാ കൺസെപ്റ്റ്? ക്ലിയർ. ഇവിടെ ഒരു കമ്പാരിസൺ വരുന്നുണ്ട്. റിലേറ്റഡ് പേഴ്സൺ റൂൾ 28 വെച്ച് നോക്കുമ്പോൾ 29 ഒരു കമ്പാരിസൺ വരുന്നുണ്ട്. വിഷയമുണ്ടോ? പറഞ്ഞേ. വിഷയമില്ല. വിഷയമില്ല. അപ്പൊ നോക്കിയോണേ, നമ്മുടെ രജിസ്ട്രേഷൻ ആണ്. നോക്കിയോ, എ പ്രിൻസിപ്പൽ സപ്ലൈസ് ഗ്രൗണ്ട് നട്ട് ടു ഹിസ് ഏജന്റ്. നമ്മുടെ പ്രിൻസിപ്പള് കുറച്ച് ഗ്രൗണ്ട് നട്ടുകൾ ഏജന്റിന് കൊടുക്കുകയാണ്, വിത്തൗട്ട് കൺസിഡറേഷൻ ആണ്. ആൻഡ് ഏജന്റ് ഈസ് സപ്ലൈങ്, കണ്ടോ ഫർദർ സപ്ലൈ നടത്തുകയാണ്. ഏജന്റ് ഈസ് സപ്ലൈങ് ഗ്രൗണ്ട് നട്ട് ഓഫ് ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി ഇൻ സബ്സിക്വന്റ് സപ്ലൈസ് അറ്റ് എ പ്രൈസ് ഓഫ് 5,000 per quintal ഓൺ ദ ഡേ ഓഫ് ദി സപ്ലൈ. സെയിം ടൈം ഏജന്റ് ഇതൊരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സപ്ലയറിന്, അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു സപ്ലയറിന് പെർ കിൻഡലിന് 5,000 രൂപ വെച്ച് വിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. 5,000 രൂപ വെച്ച് വിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സെയിം ടൈം ഒരു ഇൻഡിപെൻഡന്റ് സപ്ലയർ ഈ ഏജന്റിന് ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി ഗുഡ്സ് ഗ്രൗണ്ട് നട്ട് 4,550 രൂപ പെർ കിൻഡലിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 4,550 രൂപ പെർ കിൻഡലിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. പ്രിൻസിപ്പൽ, ഏജന്റ്, ഗ്രൗണ്ട് നട്ട് സപ്ലൈ ചെയ്തു. ഏജന്റ് അത് മറ്റൊരാൾക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു തേർഡ് പാർട്ടിക്ക്, അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. പെർ കിൻഡലിന് 5,000 വെച്ചാണ്, തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നത്. സെയിം ടൈം മറ്റൊരു സപ്ലയർ ഈ ഏജന്റിന് ഇതേ ഗുഡ്സ് 4,550 പെർ കിൻഡലിന് എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലൈ നടത്തുന്നുണ്ട്. അതായത് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. എങ്ങനെയാണോ കണ്ടുപിടിക്കുക വാല്യൂ സപ്ലൈ? എങ്ങനെയാണോ കണ്ടുപിടിക്കുക? ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഓർ 5,000ന്റെ 90%. എത്ര വരും? 4,550, 5,000ന്റെ 90% എന്ന് പറയുമ്പോൾ 4,500. ഏതാ ലോവർ? 4,500. സോ 4,500 ആയിരിക്കും വാല്യൂ ഓഫ് സപ്ലൈ. കണ്ടോ? സിമ്പിൾ അല്ലേ? സീനുണ്ടോ? ഇല്ല. അപ്പൊ ഇത് രണ്ടും പ്രത്യേകമായിട്ടൊന്ന് പഠിച്ചോണം. ഞാൻ രണ്ടും പ്രൊവിഷനും പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേ രീതിക്ക് തന്നെ പഠിച്ചു പോകണം കേട്ടോ. ഒരെണ്ണം കൂടെ ചെയ്യാം. MS-P Limited being a principal supplies laptop to his agent. വരച്ചങ്ങ് പോവാം. പ്രിൻസിപ്പള് ഏജന്റിന് ലാപ്ടോപ്പ് കൊടുക്കുകയാണ്, ലാപ്ടോപ്പ് സപ്ലൈ ആണ്. ഓക്കെ, ലാപ്ടോപ്പ് സപ്ലൈ ആണ്. ആൻഡ് ദ ഏജന്റ് ഈസ് സപ്ലൈങ് ലാപ്ടോപ്പ് ഓഫ് ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി ഇൻ സബ്സിക്വന്റ് സപ്ലൈസ്. ഓക്കെ, നമ്മുടെ ഏജന്റ് അത് സബ്സിക്വന്റ് ആയിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്, തേർഡ് പാർട്ടിക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്, അൺറിലേറ്റഡ് ആയിട്ടുള്ള പാർട്ടിക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. എത്ര രൂപയ്ക്കാണെന്ന് പറയുന്നുണ്ടോ നോക്കട്ടെ. അതൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് പ്രൈസ് അറ്റ് വിച്ച് ഏജന്റ് സപ്ലൈസ് ടു ഹിസ് കസ്റ്റമർ നോട്ട് ബീയിങ് റിലേറ്റഡ് പേഴ്സൺ. 22,000 രൂപയ്ക്കാണ് വിൽക്കുന്നത് കേട്ടോ. 22,000 രൂപയ്ക്ക്. ശരി, സമ്മതിച്ചു. 1000 യൂണിറ്റ്സ് ആണ്. അതൊക്കെ അവിടെ 1000 യൂണിറ്റ്സ് ആണ് നമ്മൾ 22,000 രൂപയ്ക്ക് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. 1000 യൂണിറ്റ്സ് ആണ് 22,000 രൂപയ്ക്ക് കൊടുക്കുന്നതാണ് പറയുന്നത്. അവിടെ നിന്നോട്ടെ. ഗുഡ്സ് പ്രൊക്യൂർഡ് ബൈ ഏജന്റ് ഫ്രം അതർ ഇൻഡിപെൻഡന്റ് സപ്ലയർ സപ്ലൈങ് ലാപ്ടോപ്സ് ഓഫ് ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി 20,000. കണ്ടോ? സെയിം ടൈം മറ്റൊരു ഇൻഡിപെൻഡന്റ് സപ്ലയർ ഏജന്റിന് ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. എത്ര രൂപയുടെ ലാപ്ടോപ്പ്? 20,000 രൂപയുടെ. ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ആണ്. വേഗം പറ. എങ്ങനെയാണ് വാല്യൂ ഓഫ് സപ്ലൈ കണ്ടുപിടിക്കുക? ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ആയിട്ടുള്ള 20,000ഉം തേർഡ് പാർട്ടിക്ക് എത്ര രൂപയ്ക്കാണോ സപ്ലൈ ചെയ്തത് അതിന്റെ 90% അല്ലേ? പറ.
എത്ര വരും? 19,800. ഏതാടാ ചെറുത്? 19,800 അല്ലേ? സോ 19,800 ആണ് വാല്യൂ ഓഫ് സപ്ലൈ. അങ്ങനെ 1000 യൂണിറ്റ്സിന് എത്ര രൂപ വരും? 1,98,00,000 രൂപ വരും. അതിന് 9% CGST SGST കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ അതും കൂടെ കൊടുത്തോളുക. ഓക്കെ, അടുത്തത് റൂൾ 30. 29 കഴിഞ്ഞു, നമ്മൾ റൂൾ 30യിലേക്ക് വരുവാണ്. 30 ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്തായിരുന്നടാ 30? എന്തായിരുന്നു 30? റൂൾ 27 ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, 28 ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, 29 ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ റൂൾ 30 അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ബേസ്ഡ് ഓൺ കോസ്റ്റ്. പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് തരും, അതിനോടൊപ്പം അതിന്റെ 10% കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും വാല്യൂ ഓഫ് സപ്ലൈ, അല്ലെങ്കിൽ 110%. കോസ്റ്റിന്റെ 110%. എങ്ങനെയാണെങ്കിലും സെയിം എഫക്റ്റ് ആണ് വരിക. ഡയറക്റ്റ് പ്രോബ്ലം ചെയ്താൽ പോരെ? മതി. ഇതാ നോക്കിയോ. Raj and company furnish the following expenditure incurred by them to find the transaction value for the purpose of paying GST. രാജ് ആൻഡ് കമ്പനി കുറച്ച് എക്സ്പെൻഡിച്ചേഴ്സ്, അയാളുടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എക്സ്പെൻഡിച്ചേഴ്സ് താഴെ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്ലൂസീവ് ഓഫ് IGST ആണ് തന്നിരിക്കുന്നത്. വാല്യൂ ഓഫ് സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റൂടാ? ഇൻക്ലൂസീവ് ഓഫ് IGST ആണ് തന്നിരിക്കുന്നത്. വാല്യൂ ഓഫ് സപ്ലൈയിൽ കാണിക്കാൻ പറ്റുമോ? എക്സ്ക്ലൂസീവ് എങ്ങനെ ആക്കാം? എങ്ങനെ എക്സ്ക്ലൂസീവ് ആക്കുക? വേഗം പറ. GST എത്ര? 18% എന്ന് പറയുന്നത്. 944 ഡിവൈഡ് ബൈ 118 × 100 ചെയ്താൽ പോരെ? 800 വരുവേ. സംശയം ഉണ്ടോ ഇതില്? സംശയം ഉണ്ടോ? ഇല്ലല്ലോ. ഡയറക്റ്റ് വേജ് ആഡ് ചെയ്യേണ്ട ഐറ്റം ആണ്. അതർ ഡയറക്റ്റ് എക്സ്പെൻസുകൾ ആഡ് ചെയ്യണം. ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ആഡ് ചെയ്യണം. ഫാക്ടറി ഓവർഹെഡുകൾ തീർച്ചയായിട്ടും ആഡ് ചെയ്യേണ്ടതാണ്. ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന ചെലവാണ് ഫാക്ടറിക്കകത്തത്, ആഡ് ചെയ്യണം. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ശ്രദ്ധിക്കുക, അതിന്റെ 25% മാത്രമാണ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത്. സോ 100ന്റെ 25% നമ്മൾ എടുക്കാവൂ. പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് മാത്രമേ എടുക്കാവൂ, ഓഫീസ് ഓവർഹെഡ് മാത്രമേ എടുക്കാവൂ, കേട്ടോ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് വരുമോ? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് വരുമോ? ഒരു പ്രൊഡക്റ്റിന് കോസ്റ്റ് ഇടാൻ ആഡ് ചെയ്യാൻ പറ്റുമോ? അത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് ഇടാൻ നേരം ആഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം. പറ്റില്ല. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ഒരിക്കലും ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റില്ല, പാടില്ല, കേട്ടോ. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് എഴുതാം. 800, ഡയറക്റ്റ് വേജ് 250, അതർ ഡയറക്റ്റ് എക്സ്പെൻസ് 100, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ 75, ഫാക്ടറി ഓവർഹെഡ് 200, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് 100ന്റെ 25% എടുക്കാൻ പാടുള്ളൂ, പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഗതിയെ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 25. ക്വാളിറ്റി കൺട്രോൾ ഉണ്ട്, 25 എടുക്കണം. ക്വാളിറ്റി കൺട്രോൾ ഒക്കെ എടുക്കണം, ഇതൊക്കെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ദെൻ സോ സബ് ടോട്ടൽ 1475 വരും. എടാ എന്റെ ഒരു ചോദ്യം, നിങ്ങൾ എക്സ്പെൻസ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇൻകം വന്നാൽ നിങ്ങൾ എന്താ ചെയ്യാറ്? എന്താണ് ചെയ്യാറ്? പറഞ്ഞേ. ഒരു എക്സ്പെൻസ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇൻകം കുറയ്ക്കും, ശരിയല്ലേ? അപ്പോ ഈ പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് ഒത്തിരി സ്ക്രാപ്പ് വന്നു, സ്ക്രാപ്പ്, അത് വിറ്റു, ഇൻകം കിട്ടി, അതെന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 1455 ആണ്. 1455 ആണ്. അതിനോടൊപ്പം അതിന്റെ 10% കൂടെ എന്ത് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? 10% കൂടെ ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ വാല്യൂ ഓഫ് സപ്ലൈ, 1600.5 രൂപ. അല്ലെങ്കിൽ 1455ന്റെ 110% കണ്ടാലും മതി, സെയിം ആണ്. 1455ന്റെ 110%, 1600.5 വരും. പ്രോഫിറ്റ് ആണോ? അപ്പോ അല്ലടാ, അതിവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് 10% എന്ന് പറഞ്ഞ പ്രോഫിറ്റ്, അതാണ് പ്രോഫിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, പ്രോഫിറ്റ് മാർജിൻ ആണ്.
ഓക്കെ ഓക്കെ ഓക്കെ, ആ ഇത്ര ചിന്തിച്ചാൽ മതി. എടാ നിങ്ങളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു 100 രൂപ ചെലവായി, ആ 100 രൂപയ്ക്ക് തന്നെ ആയിരിക്കും അത് വിൽക്കുക. അല്ല എന്ത് ആഡ് ചെയ്യും? പ്രോഫിറ്റ് ആഡ് ചെയ്യും. പ്രോഫിറ്റ് ആഡ് ചെയ്യും. അതാണ് ആ റൂൾ 30 വരെ. ഓക്കെ അല്ലേ? ആ ഓക്കെ ഓക്കെ, പിന്നെ ഇങ്ങനെ നിൽക്കട്ടെ. അടുത്ത ദിവസം ആ നമുക്ക് ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. ഇത്രയും ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? കുഴപ്പമില്ല. ഓക്കെ ശരി ശരി, ഓക്കെ, താങ്ക് യു. ഓക്കെ വെൽക്കം.